ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡു എന്ന രാജാതിരാജന്റെ വളരെയധികം സ്പെഷ്യാലിറ്റീസ് മനസ്സിലാക്കി ഇല്ലേ? ഈ ബി ഡു ഹാവ് ആശയങ്ങളിലെ ഡു ആണ് രാജാവ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ ഡുവിന്റെ ആ പ്രധാനപ്പെട്ട ഈ വേഷം മാറലുകൾ, ദാറ്റ് മീൻസ് അതിന്റെ പ്രധാനപ്പെട്ട ഫോമുകൾ നമുക്ക് വേണമെങ്കിൽ നേരം പോക്കിന് അവതാരങ്ങൾ എന്നൊക്കെ പറയാം. കാരണം അതിനനുകരിച്ചിട്ടാണല്ലോ ബാക്കി എല്ലാ വെർബുകളും നമ്മൾ രൂപം മാറ്റുന്നത്. അപ്പൊ ഈ പ്രധാനപ്പെട്ട രൂപമാറ്റങ്ങൾ എന്ന് പറയുന്നത് 12 എണ്ണമാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. പക്ഷേ അതിലെല്ലാം തീരില്ല, അത് നിങ്ങൾക്കറിയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ യൂസ് ടു ഡു എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, പണ്ട് പതിവായിട്ട് ചെയ്തിരുന്നു. അത് ഈ 12 എണ്ണത്തിൽ നമ്മൾ ഇപ്പോഴും ഉൾപ്പെടുത്തിയിട്ടില്ല. ദാറ്റ് മീൻസ് ഈ 12നും അപ്പുറം ഇനിയും ഏതാനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3-4 എണ്ണം കൂടെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ കൂട്ടി നമ്മളിപ്പോ മനസ്സിലാക്കാൻ നോക്കണ്ട, അതിന്റെ ആവശ്യമില്ല. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ 12 എണ്ണം പിടിച്ചു. അതിൽ തന്നെ ഡുവിന്റെ ഹൃദയഭാഗമാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കാൻ പോകുന്ന 5 ഭാഗങ്ങൾ, 5 കോളംസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഈ 5 സ്ട്രക്ചറിലൂടെയാണ്, ദാറ്റ് മീൻസ് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്ന ഈ 3 തലങ്ങളെയും ഒരുപോലെ സ്വാധീനിക്കുന്ന, കൈപ്പിടിയിൽ ഒതുക്കി നിർത്തിയിരിക്കുന്ന ഈ 5 വമ്പന്മാരെ നമ്മൾ ഒരുപോലെ കീഴടക്കാനാണ് പോകുന്നത്. പക്ഷെ അതിനു മുൻപായിട്ട് 1-2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതായത് ഇത് നമ്മൾ വെർബ് എന്ന് പറയുന്ന ഭാഗമാണല്ലോ. നമ്മൾ പാരമ്പര്യമായിട്ട് പഠിപ്പിച്ചു പോന്നിരുന്ന രീതി പ്രകാരം വെർബുകള്, അതിന്റെ ഡിഫറെന്റ് ഫോംസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ധാരാളം തലകുത്തി മറിഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഞാനും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇറഗുലർ വെർബ്സ്, ഇൻഫിനിറ്റ്, ഇങ്ങനെ ഒരുപാട് സംഗതികൾ കേട്ടിട്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോവാറില്ലായിരുന്നു. കാരണം എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. ഇപ്പോഴും നമ്മൾ പിന്തുടരുന്ന ആ രീതി ഏതാണ്ട് ആ പഴഞ്ചൻ രീതികളൊക്കെ തന്നെയാണ്. അതിന് ചില പോരായ്മകളുണ്ട്. അതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ടെക്നിക്കിലേക്ക് എളുപ്പം വരാൻ സാധിക്കും. അതിൽ നമുക്കൊരു 3-4 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ 3-4 കാര്യങ്ങൾ മനസ്സിലാക്കുന്നതോടുകൂടി നമ്മളുടെ ഈ രാജാവായിട്ടുള്ള ഡുവിന്റെ ഹൃദയഭാഗം നമുക്ക് കീഴടക്കാം. അതായത് ഇംഗ്ലീഷിന്റെ ഹൃദയം തന്നെ നമുക്ക് കീഴടക്കാൻ സാധിക്കും. അത്ര രസകരമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യം അറിയേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മൾ കുറെ കാലമായി കേൾക്കുന്നു റെഗുലർ വേർബ്സ്, ഇറഗുലർ വേർബ്സ് എന്ന്. ഇതിപ്പോഴും എന്താണെന്ന് പല ആൾക്കാർക്കും അറിയില്ല. ഇതൊന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരല്പം ആശ്വാസമാവും. അതിനു വേണ്ടിയിട്ട് ഞാനൊരു വെർബ് പറയാം, നിങ്ങൾ അതിന്റെ പാസ്റ്റ് എന്താണെന്നൊന്ന് പറയണം. കാരണം അതൊരു സാധാരണ വെർബാണ്. നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് വാക്ക്, നടക്കുക എന്നുള്ളത്. ഇപ്പൊ നടക്കുക എന്നുള്ളതിന്റെ പാസ്റ്റ്, അതുമാതിരി നമ്മൾ ആ 2 ഫോംസും പറയില്ലേ, പ്രസന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ പേരുകൾ എന്തെങ്കിലും ആവട്ടെ, അതൊന്നും നമുക്ക് വലിയ വിഷയമുള്ള കാര്യമില്ല. വാക്ക്, വാക്ട്, വാക്ട്, ഇങ്ങനെയാണ് അത് നമ്മൾ പറയുക. കറക്റ്റ് അല്ലേ? വാക്ക്, വാക്ക്ഡ്, വാക്ക്ഡ്. കിട് എന്ന് പറയാൻ പാടില്ല. അത് നല്ല ഉച്ചാരണത്തില് എന്നേ കേൾക്കാൻ പാടുള്ളൂ. വാക്ക്, വാക്ട്, വാക്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഈ വാക്ക് ഇതൊരു റെഗുലർ ആയിട്ടുള്ള ഒരു സാധാരണ, ഒരു അഹങ്കാരവും ഇല്ല, അതൊരു പാവം വെർബാണ് ഈ വാക്ക്. ഓക്കെ, ഇത്തരം ഈ പാവം വെർബുകൾ, ദാറ്റ് മീൻസ് ഇത്തരത്തിൽ കുറെ വാക്കുകളുണ്ട്. ഇതാണ് റെഗുലർ ആയിട്ട് നമ്മൾ കാണുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന അനേകായിരം വെർബുകളിൽ ഒന്നാണ് ഈ പാവം വാക്ക് എന്ന വെർബ്, അല്ലെ? ഈ വാക്ക് എന്ന ഈ റെഗുലർ ആയിട്ടുള്ള ഈ സാധാരണ വെർബിനെ പാസ്റ്റ് ആക്കിയതും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആക്കിയതും എങ്ങനെയാണ്? ഒരു ഇടിയങ്ങ് വെച്ചു കൊടുത്തു, അല്ലെ? പാവങ്ങളല്ലേ, കേറി 2 കൊടുക്കാം, അങ്ങോട്ട് 2 ഇടിയെ കൊടുത്താൽ അവരൊക്കെ അങ്ങോട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിക്കോളും. കാരണം അവന്മാർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. ഇടി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവന്റെ കൂടെ ഇടി എന്നങ്ങ് ചേർത്താൽ മതി എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അപ്പൊ വാക്കിന് ഒരു ഇടി കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? വാക്കഡായി. അതന്നെ തേർഡ് ഫോമിലും ഒരു വ്യത്യാസമില്ല. 2 സ്ഥലത്തും 2 ഇടി കൊടുത്താൽ 2 ഫോമും കിട്ടും. ഇതാണ് സാധാരണ റെഗുലർ വെർബുകളുടെ സ്പെഷ്യാലിറ്റി. പാവങ്ങളല്ലേ, അവർക്ക് പ്രതികരിക്കാൻ സാധിക്കില്ല. പക്ഷേ ചില ആളുകളുടെ അടുത്ത് ഈ ഇടി കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് നല്ല ചവിട്ട് കിട്ടും. കാരണം അവര് ആ രീതിയിൽ അങ്ങ് എളുപ്പം വഴങ്ങില്ല. അതായത് ഈ റെഗുലർ ആയിട്ട് നമ്മൾ ചില വെർബുകളെ പാസ്റ്റ് ആക്കുന്ന ആ രീതി ഉണ്ടല്ലോ, ഏതാ ഇടി എന്ന് പറഞ്ഞിട്ടുള്ള രീതി ഉണ്ടല്ലോ, അതും കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ പണി ഇങ്ങോട്ട് അപ്പൊ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അതായത് അവർ ഈ റെഗുലർ ഗ്രൂപ്പിൽ പെടില്ല. അവരുടെ പേരാണ് ഇറഗുലർ വെർബ്സ്. റെഗുലർ വെർബുകളിൽ പെടാത്ത ഇത്തരം വെർബുകളുടെയാണ് നമ്മൾ ഇറഗുലർ വെർബ്സ് എന്ന് വിളിക്കുന്നത്. കാരണം അതിൽ ഇടി ചേർത്താൽ പാസ്റ്റ് കിട്ടില്ല. ഒരു സിമ്പിൾ എക്സാമ്പിളിന് നമ്മൾ സ്പീക്ക് എന്ന വെർബ് നോക്കുക. അതിനെ പാസ്റ്റ് ആക്കാൻ വേണ്ടി ഒരു ഇടി കൊടുത്ത് നോക്കിയേ, സ്പീക്ക്ഡ് ആവും. സ്പീക്ക്ഡ് ആണോ അതിന്റെ പാസ്റ്റ് ഫോം? അല്ല. സ്പീക്കിന്റെ പാസ്റ്റ് സ്പോക്കാണ്, അല്ലെ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ സ്പോക്കൺ ആണ്. അപ്പോൾ നമ്മൾ ആ ഇ ഡി ടെക്നിക്ക് കൊണ്ട് ഇടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് തിരിച്ചടിക്കും.
അതാണ് സ്പീക്കിന്റെ കൂടെ ഈ ടെക്നിക്ക് പറ്റില്ല. അത് കാരണം അത് ഇറഗുലർ വെർബാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ എല്ലാ സാധാരണ വെർബുകളെയും ഈടി ചേർത്ത് പാസ്റ്റ് ആക്കുന്ന ടെക്നിക്ക് ഇവിടെ പറ്റില്ലെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള വെർബുകളെ മാത്രം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരങ്ങളൊക്കെ മനസ്സിലാക്കിയതായിട്ട് കരുതാം. കാരണം അവരിനൊക്കെ ഓരോ ഇടി കൊടുത്താൽ മതി. പക്ഷെ ഇവർക്ക് ഇടിമ നടക്കില്ല. എല്ലാ ആളുകൾക്കും പ്രത്യേകത അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഇപ്പൊ സ്പീക്കിന്റെ പാസ്റ്റ് സ്പോക്കൺ ആണ് തേർഡ് ഫോം. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. നമ്മൾ ഇനി ഗോ എന്ന വാക്ക് നോക്കിയേ, അവിടെയും ഇടി കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ കഥ മാറിപ്പോവും. നേരെ ദൈവത്തിന്റെ അടുത്തേക്ക് പോകും. ഗോ ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കേസെടുക്കും. അപ്പൊ ആ ഭാഗത്തേക്ക് എടുക്കാൻ പറ്റില്ല. ഗോ, വെന്റ്, ഗോൺ. ഈ മൂന്ന് തരത്തിലൂടെയാണ് ഇവരുടെ കളി. അതുകൊണ്ട് ഇത്തരം ഇറഗുലർ വെർബ്സിനെ ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം പഠിച്ചതായിട്ട് കരുതാം. അപ്പൊ ഈ ഇറഗുലർ വെർബ്സിനെയാണ് പൊതുവെ നമ്മൾ ഈ ടെൻസ് പഠിക്കുമ്പോൾ, ഗ്രാമർ പഠിക്കുമ്പോൾ, ഡൂവിനെ കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഈ ഗ്രൂപ്പിനെയാണ്. കാരണം മറ്റേ ഗ്രൂപ്പ് പാവങ്ങൾ, അവരുടെ മേലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കുതിര കയറാം. അതങ്ങ് വിട്ടുകളഞ്ഞേക്ക്. അപ്പോൾ റെഗുലർ ആൻഡ് ഇറഗുലർ എന്ന് പറഞ്ഞാലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലായല്ലോ? ഫൈൻ. അതാണ് ഒന്നാമത്തെ വ്യത്യാസം. ഫൈൻ. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മളൊരു 3-4 പോയിന്റ്സ് ഇങ്ങനെ പറയാനാണ് പോകുന്നത്. അതിൽ രണ്ടാമത്തെ പോയിന്റിലേക്ക് എത്തി. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പാരമ്പര്യമായിട്ട് നമ്മൾ ഈ ഇറഗുലർ വെർബുകളെ പഠിച്ചു വന്നിരുന്ന ഒരു രീതിയുണ്ട്. ഏത് പോകല്ലച്ച പോകല്ലേ, പോകല്ലച്ച പോകല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് കേട്ടില്ലേ? അതേപോലെ നമ്മളൊരു ട്യൂൺ ഉണ്ട്. ഏത് ഡു, ഡിഡ്, ഡൺ, സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ, ഗോ, വെന്റ്, ഗോൺ, കം, കെയിം, കം. ഓർമ്മയില്ലേ? ഇങ്ങനെ തന്നെയല്ലേ നിങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ പഠന രീതി കൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടാൻ പോകുന്നില്ല. കാരണം ഇങ്ങനെ പഠിക്കുന്ന ആളുകൾ ഒരൊറ്റ എണ്ണം നേരെ ചൊവ്വെ ഇംഗ്ലീഷ് എഴുതുകയോ സംസാരിക്കുകയോ ചെയ്യില്ല. അതെന്തുകൊണ്ടാണെന്ന് ഇനി ഇവിടെ അങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഈ ഡു, ഡിഡ്, ഡൺ എന്ന് പഠിച്ചു കഴിഞ്ഞാല്, ഡു എന്ന ഫോം നമുക്കറിയാം. ഡു ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള 12 ഫോമുകളിൽ ഡു എന്ന ഫോം കണ്ടിട്ടുണ്ട്. അവിടെ നമ്മൾ ഡു മാത്രമല്ല ഡു, ഡസ് എന്നാണ് കണ്ടിരിക്കുന്നത്. കറക്റ്റ് അല്ലേ? അതിന്റെ അർത്ഥം ചെയ്യാറുണ്ട് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു അർത്ഥവും പിടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഡു, ഡിഡ്, ഡൺ പഠിക്കുമ്പോൾ ഡു മാത്രമേ എടുക്കുന്നുള്ളൂ. ഡസ് എവിടെ പോയി ആവോ? നമുക്കറിഞ്ഞൂടെ. ഞാൻ അത് കണ്ടുപിടിക്കാൻ ഒരു കമ്മീഷൻ വെക്കേണ്ടി വരും. ആ മാതിരിയാണ് നമ്മുടെ ഡു, ഡിഡ്, ഡന്റെ പഠനം. ഡിഡ് എന്ന് പറയുന്ന പാസ്റ്റ്, ഓക്കെ, അത് വലിയ കോട്ടം പറ്റാതെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ അവിടെയും ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഡിഡിന്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാല് ചെയ്തു എന്ന് പറയും, പക്ഷെ ചെയ്തിരുന്നു എന്നൊരു അർത്ഥം കൂടെ ഈ ഡിഡിനുണ്ട്. അപ്പൊ അവിടെയും ഒരു ചെറിയൊരു കോട്ടം പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഡൂവിനെ മാറ്റി നമ്മൾ ഡു, ഡസ് എന്നാക്കി. ഡിഡ് അതിന്റെ അർത്ഥം ഒന്ന് ശരിയാക്കി. ഇനി ഡൺ, ഡൺ എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വെർബുകളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഗോൺ, സ്പോക്കൺ, റിട്ടൺ, അങ്ങനെയുള്ള തേർഡ് ഫോംസ് ആണ് നമുക്ക് കിട്ടുക. നമ്മൾ അങ്ങനെയാണ് പഠിച്ചു പോന്നിരിക്കുന്നത്. ഇനി ഒരാളോട് ചോദിക്കുക ഗോഡ് തേർഡ് ഫോം ഏതാണെന്ന് ചോദിച്ചാൽ പറയും ഗോൺ എന്ന് പറയും. കറക്റ്റ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഹി ഗോൺ, ദേ ഗോൺ, ഐ ഗോൺ, ഹി ഗോൺ. കഴിഞ്ഞില്ലേ? ഇതിന്റെ കൂടെയൊന്നും അവർക്ക് ആ ഹാവ് എന്ന ഫോം ചേർത്ത് പറയാനായിട്ടുള്ള ഒരു പരിശീലനം ലഭിച്ചിട്ടില്ല. അവരൊക്കെ ഗോൺ, 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 ഡൺ, ഡൺ, ഡൺ എന്ന് പറഞ്ഞ് പഠിച്ച് അങ്ങ് പതിഞ്ഞു പോയി. ഇങ്ങനെ പതിഞ്ഞു പോയവരൊക്കെയാണ് പറ്റിക്കപ്പെട്ടവർ. അവർക്ക് ഇതിൽ നിന്നും ഇനി രക്ഷപ്പെടാൻ എളുപ്പമല്ല. നമ്മള് ജോൺ എഫ് കെനഡി പറഞ്ഞിട്ടുള്ള പോലെ ദ ഗ്രേറ്റസ്റ്റ് എഡ്യൂക്കേഷൻ ഈസ് ടു അൺലേൺ ദ ബ്ലണ്ടേഴ്സ് യു ഹാവ് ലേൺഡ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള ബ്ലണ്ടേഴ്സിനെ കറക്റ്റ് ചെയ്യലാണ് ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ, ഏറ്റവും വലിയ ചാലഞ്ച്. ഇതുപോലെ ഈ ബ്ലണ്ടേഴ്സ് പഠിച്ചിട്ടുള്ള ആളുകളെ ഒന്ന് നേരെയാക്കി എടുക്കാനാണ് ആക്ച്വലി ഏറ്റവും വലിയ പ്രയത്നം ആവശ്യമുള്ളത്. അപ്പൊ നമ്മൾ ഈ ഡു, ഡിഡ്, ഡൺ എന്ന ഈ മൂവർ സംഘത്തെ ഒന്ന് ചൂവാക്കി എടുക്കണം ആദ്യം തന്നെ ചെയ്യേണ്ടത്. ആദ്യം തന്നെ എന്ത് ചെയ്തു? ഡു എന്ന് തനിച്ച് പറയാതെ ഡൂവും ഡസ്സും കൂടെ പറഞ്ഞു. കാരണം 2 ഫോം ഉണ്ട് അതിന്. നമ്മളൊരു രാജ്യത്തെ പോപ്പുലേഷൻ കണക്കെടുക്കുമ്പോൾ ആണുങ്ങളുടെ കണക്ക് മാത്രം എടുത്താൽ മതിയോ? പകുതി പെണ്ണുങ്ങളുടെ കൂടെയും കണക്കെടുക്കണ്ടേ? അപ്പോഴല്ലേ പൂർണ്ണമായിട്ടുള്ള കണക്ക് കിട്ടുള്ളൂ. ഇത് ആ ഡസ് ഒഴിവാക്കി ഡു മാത്രം പഠിക്കുക. അപ്പൊ അതെങ്ങനെ ശരിയാവും? അതൊന്ന് ഇത്തരത്തിലുള്ള പഠിച്ചു പോയിട്ടുള്ള ആൾക്കാരാണ് ഐ വെന്റ്, ഹി ഗോ, ഐ ഗോ, ദേ ഗോ, ഇതൊക്കെ ഒരേപോലെ അങ്ങ് പറയുന്നത്. കാരണം അവർക്ക് ഡു മാത്രമേ മനസ്സിൽ പതിഞ്ഞു പോയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അത്തരം ഒരു അബദ്ധം സംഭവിക്കരുത്. നമ്മൾ അൺലേണിംഗ് ചെയ്യാണ് ഏറ്റവും ആദ്യം ചെയ്യുന്നത്. വി ആർ ഗോയിങ് ടു അൺലേൺ ദ ബ്ലണ്ടേഴ്സ് വി ഹാവ് ലേൺഡ് ഫ്രം ദ പാസ്റ്റ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഡു, ഡിഡ്, ഡൺ എന്ന ഈ മൂവർ സംഘത്തെ, ഈ 3 തസ്കര വീരന്മാരെ നമ്മളൊന്ന് ശരിയാക്കി എടുക്കണം. ഇവരൊരു ഗുണപാഠശാലയിലേക്ക് അയക്കുകയാണ്. ഇവരൊന്ന് നേരെയാക്കി എടുക്കണം. അത്യാവശ്യം വേണമെങ്കിൽ 2 കൊടുത്തുകൊണ്ട് തന്നെ ശരിയാക്കണം. അപ്പൊ ഡു എന്ന് ഇനി പറയാൻ പാടില്ല, ഡു, ഡസ് എന്ന് പറയണം. അർത്ഥം ചെയ്യാറുണ്ട്, അത് കറക്റ്റാ, ചെയ്യാറുണ്ട്. ചെയ്യുക എന്ന അർത്ഥം പറയരുതെന്ന് ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്. അത് അതിന്റെ റൂട്ട് ഫോമായിട്ടുള്ള കിങ് ഫോമിലുള്ള ഡുവിന്റെ അർത്ഥമാണ് ചെയ്യുക എന്ന്. ചെയ്യുക എന്നുള്ളത് ഫോമിലേക്ക് വരുമ്പോ ചെയ്യാറുണ്ട്. കാരണം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സ്വഭാവങ്ങള്, നിത്യവും ചെയ്യുന്ന കാര്യങ്ങൾ പറയാനാണ്.
അത് പറയുമ്പോൾ ചെയ്യാറുണ്ട് ഇങ്ങനെ അർത്ഥം കിട്ടണം. അത് കിട്ടിയാലേ ഇത് കറക്റ്റ് ആവുള്ളൂ. അപ്പോ ഡു ഡസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഡിഡ് ചെയ്തു ചെയ്തിരുന്നു. ഓക്കെ, അതും ശരിയായി. അപ്പോ തേർഡ് ഫോം ആയിട്ടുള്ള ഡൺ തനിച്ച് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു അല്ലെ. അതിന്റെ കൂടെ ഏത് ചേർക്കണം? ഹാവ് അല്ലെങ്കിൽ ഹാസ് ചേർത്തേ പറയാൻ പാടുള്ളൂ. അപ്പൊ എങ്ങനെ പറയണം? ഹാവ് ഡൺ ഓർ ഹാസ് ഡൺ. ഇപ്പൊ നമ്മുടെ ഫോംസ് കറക്റ്റ് ആയി. ഇങ്ങനെ ഹാവും ഹാസും ചേർത്ത് പറയുമ്പോൾ അതിന്റെ അർത്ഥം കറക്റ്റ് ആവും. നമ്മൾ ഈ ഹാവ് ഹാസ് ചേർക്കാതെ പഠിച്ചിട്ടുള്ള ഒരാളോട് ചോദിക്കുക, ഗോന്റെ തേർഡ് ഫോം ഏതാ? ഗോൺ. ശരി, ഗോണിന്റെ അർത്ഥം എന്താന്ന് ചോദിക്കും. അപ്പൊ ഗോണിന്റെ അർത്ഥം കൊണ്ട് അവൻ ഇങ്ങനെ തപ്പി നിൽക്കും. കാരണം അവന് പൂർണ്ണമായിട്ട് അതിന്റെ അർത്ഥം പോലും പറയാൻ സാധിക്കില്ല. പക്ഷെ ഇവിടെ ഹാവ് ഗോൺ ഹാസ് ഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചാൻസ് ഉണ്ട്. കാരണം ഹാവും ഹാസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് എന്നൊരർത്ഥം ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ ഗോൺ അല്ലേ, അപ്പൊ പോവുക ആ ഒരു ഭാഗത്ത് കിടന്ന് തപ്പിട്ട് പ്ലസ് ഒരു ഉണ്ട് ചേർക്കും. അപ്പൊ പോയിട്ടുണ്ട് എന്നല്ലേ നമുക്ക് ഊഹിച്ചെടുക്കാനായിട്ടുള്ള ഒരു ചാൻസ് എങ്കിലും കിട്ടും ഈ ഹാവും ഹാസും അവിടെ ഒന്ന് ചേർത്ത് വെച്ചാൽ തന്നെ. അപ്പൊ ഹാവ് ഗോൺ ഹാസ് ഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിട്ടുണ്ട് എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള അർത്ഥം നമുക്ക് എളുപ്പം എത്തിച്ചേരാൻ പറ്റും ആ ഒരു അർത്ഥത്തിൽ. അപ്പൊ നമ്മൾക്ക് സ്ട്രക്ചർ കറക്റ്റായി, അർത്ഥം കറക്റ്റായി. ഇനി നിങ്ങൾ പറയൂ, ഡു ഡിഡ് ഡൺ എന്ന് ഇനി പറയാൻ പാടില്ല. പകരം എങ്ങനെ പറയണം? ഡു ഡസ് ചെയ്യാറുണ്ട്, ഡിഡ് ചെയ്തു ചെയ്തിരുന്നു, ഹാവ് ഡൺ ഹാസ് ഡൺ ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നമ്മള് പണ്ട് ബ്രിട്ടീഷുകാർ നമ്മൾ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ആ അടിമകൾക്ക് കൊടുത്തിരുന്ന കോളനി വാഴ്ചക്കാലത്ത് നമ്മളൊക്കെ അടിമകളുടെ ഒരു സ്ഥാനം മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. പല പ്രഭുക്കന്മാർക്കും ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അതിൽ നിന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം നമ്മുടെ സംസ്കാരം അവർക്ക് അതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോ ഡു ഡസ് ഡിഡ് ഹാവ് ഡൺ ഹാസ് ഡൺ ചെയ്യാറുണ്ട്, ചെയ്തു ചെയ്തിരുന്നു ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡയമെൻഷനിലേക്ക്, ഈ ഒരു കറക്ഷനിലേക്ക് നമ്മൾ ആദ്യമേ എത്തിച്ചേരണം. കറക്റ്റ് അല്ലേ? ഇങ്ങനെ എത്തിച്ചേർന്നിട്ട് ഇതിനനുയോജ്യമായ രീതി കൂടെ വേണം നമ്മൾ വെർബുകളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പോഴാണ് നമ്മുടെ എല്ലാ ആക്ഷൻ വേർഡുകളും കറക്റ്റ് ആവുള്ളൂ. നമ്മൾ മലയാളത്തിൽ ഒരു ചൊല്ല് പറയാറില്ലേ, ആശാൻ 1 പിഴച്ചാൽ ശിഷ്യൻ 56 പിഴയ്ക്കും എന്ന് പറയുന്നത് അത് വളരെ കറക്റ്റ് ആണ്. ഈ ആശാന്റെ ഫോമുകൾ തൊട്ട് തെറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ശിഷ്യന്മാർ പിന്നെ അതല്ലേ ആശാനെ നോക്കിയിട്ടല്ലേ ശിഷ്യന്മാർ പഠിക്കുന്നേ. ആശാൻ ചാടുന്നത് തെറ്റിക്കഴിഞ്ഞാൽ ശിഷ്യന്മാരൊക്കെയും അതുപോലെ തന്നെ തെറ്റിച്ചാടും. അപ്പൊ ഇപ്പൊ ചാടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ നമുക്ക് വേണ്ടത്ര ഗ്രിപ്പ് കിട്ടാത്തത്. അപ്പൊ ഈ ആശാന്റെ ഈ ടെക്നിക്കുകള് ആശാന്റെ കുഴപ്പമില്ല, നമുക്ക് ആശാനെ പഠിപ്പിച്ചു തന്ന രീതിയുടെ പ്രോബ്ലം ആയിരുന്നു. ഒരു സ്ലേവ്സിന് വേണ്ട ഒരു കോളനി വാഴ്ചക്കാലത്ത് സ്ലേവ്സിന് കൊടുക്കേണ്ട ഇംഗ്ലീഷിന്റെ ഒരു ഹാങ് ഓവറാണ് ഈ പഠനത്തിൽ കിടക്കുന്നത്. അതിന്റെ കാരണം പറഞ്ഞുതരാം. ഈ സ്ലേവ്സ് അത്യാവശ്യം ബബ്ബമായിട്ടുള്ള ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി. നല്ല സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലേക്കൊന്നും നിങ്ങൾ എത്തണ്ട, അതിന്റെ ആവശ്യമില്ല. അത് ഞങ്ങൾ വലിയ കുലീനന്മാരായിട്ടുള്ള പ്രഭുക്കന്മാർ തമ്മിൽ സംസാരിക്കുന്ന ഭാഷയാണ്. അപ്പൊ സ്ലേവ്സിന് വേണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ജോലി കൊടുത്തു കഴിഞ്ഞാൽ ഐ ഡിഡ്, ഐ ഡൺ, കംപ്ലീറ്റഡ്, അങ്ങനെയുള്ള ഡു ഡിഡ് ഡൺ ആ ഫോംസ് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളൊരു ധാരണയുടെ പുറത്താണ് ആ രീതിയിലുള്ള ഇംഗ്ലീഷ് ഞങ്ങളുടെ പഠനം വ്യാപിപ്പിച്ചത്. പക്ഷെ നമ്മളിപ്പോഴും അത് കൊണ്ട് നടക്കുന്നു എന്നുള്ളത് അത് അവരുടെ മിസ്റ്റേക്ക് അല്ല, നമ്മുടെ മിസ്റ്റേക്കാ. അത് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട സമയമൊക്കെ എന്നേ കഴിഞ്ഞു. ഓക്കെ, എനിവേ ലെറ്റ് us do it now. It is better late than never എന്നല്ലേ ചൊല്ല്. ഓക്കെ, അപ്പൊ ഡു ഡിഡ് ഡൺ എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആക്കി. പക്ഷെ പൂർണ്ണമായും കറക്റ്റ് ആയോ? ഡു ഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെയ്യാറുണ്ട്. എപ്പോ ചെയ്യാറുണ്ട്? എന്നും ചെയ്യണ കാര്യങ്ങള്. കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് ആ എന്നും എന്നൊരു സമയവാക്ക് അവിടെ ചേർത്ത് കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമല്ലേ പറയാൻ വേണ്ടിട്ട്. ഞങ്ങൾ എന്നും ചെയ്യാറുണ്ട്. കണ്ട, ഇപ്പൊ ഈ ഒരു ടൈം വേർഡും കൂടെ അവിടെ കൂട്ടിച്ചേർത്തപ്പോ അത് എന്തിനാണ് എന്ന് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ നമ്മൾ എന്നും ചെയ്യാറുള്ള കാര്യങ്ങള് ഡൂഡസിൽ പറയാം എന്ന് വളരെ സിമ്പിൾ ആയിട്ട് ബോധ്യായില്ലേ? അതന്നെ. അപ്പൊ ഡൂഡസ് എന്നും ചെയ്യാറുണ്ട്. ആ എന്നും എന്നൊരു വാക്ക് നമ്മുടെ സ്വഭാവം കാണിക്കുന്ന എന്നും, എല്ലാ ദിവസവും, എല്ലാ ഞായറാഴ്ചയും, എല്ലാ ക്രിസ്മസിനും, എല്ലാ ഓണത്തിനും, എല്ലാ വീക്കെൻഡിനും, അങ്ങനെ ആ ഒരു ഹാബിച്വൽ ആക്ഷൻസ് ചെയ്യുന്ന അങ്ങനെ പരന്നു കിടക്കുന്ന ഇത്തരം സമയവാക്കുകളില്ലേ, അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഈ ഡൂഡസ്. പക്ഷെ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രാക്ടിക്കലി ദാറ്റ് ഈസ് ഇംപോസിബിൾ. ബട്ട് വി നീഡ് ടു ഫിൽ ദാറ്റ് ടൈം സ്ലോട്ട്. ആ സമയത്തെ കാണിക്കുന്ന ഒരു സ്പേസ് അവിടെ കൊടുക്കുക. വളരെ സിമ്പിൾ ആണ്. നമ്മൾ എന്നും എന്ന് കാണിക്കുന്ന എവറി ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ വാക്ക് അവിടെ വെച്ചാൽ മതി. പിന്നീട് നമുക്ക് അതിന് സമാനമായിട്ടുള്ള മറ്റു വേർഡുകൾ നമുക്ക് മനസ്സിലാകുമ്പോൾ അതിനെ റീപ്ലേസ് ചെയ്ത് വെക്കുക. ഇപ്പൊ നോക്കിയേ, ഡു ഡസ് എവറി ഡേ എന്നൊരൊറ്റ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് സംഭവം നമ്മുടെ കയ്യിലായി.
ഡൂഡസ് എന്ന് പറയുന്ന ആ ഇംഗ്ലീഷിന്റെ ആ 5 മേജർ സ്ട്രക്ചറുകളിലെ ഒരെണ്ണം, ദാറ്റ് മീൻസ് 20% നമ്മുടെ കൈ കീഴിലായി. ഡു ഡസ് എവറി ഡേ എന്നും ചെയ്യാറുണ്ട്. ഇനി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ഗോ ഗോസ് എവറി ഡേ എന്നും പോകാറുണ്ട്. കം കംസ് എവറി ഡേ എന്നും വരാറുണ്ട്. സ്പീക്ക് സ്പീക്സ് എവറി ഡേ എന്നും ചെയ്യാറുണ്ട്. ഇപ്പൊ നോക്കൂ, സിംഗുലറും പ്ലൂറലും കറക്റ്റായി, ടൈം സെൻസ് കറക്റ്റായി, ഇത് രണ്ടും കറക്റ്റായി. മൊത്തം ഇത് എന്തിനാണ് പറയുന്നത്, ഇത് എന്താണ് ഇതിന്റെ പുറകിലുള്ള ആശയം, ഇതെല്ലാം നമുക്ക് വ്യക്തമായി. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജിലേക്ക് ഇതങ്ങ് കടന്നു പോകും. നമ്മൾ പറയുന്നത് വ്യക്തമായിട്ടുള്ള ആശയവിനിമയത്തിന് സഹായിക്കും. അപ്പൊ ഡു ഡസ് എവറി ഡേ എന്നുള്ളത് ക്ലിയർ ആയില്ലേ? ഇത് ഉറച്ചു കഴിഞ്ഞാൽ ഡു ഡസ് എവറി ഡേ, ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റേജിലാണ് നമ്മൾ ഇതിനെ സിംഗുലറും പ്ലൂറലും മാറി മാറി വെച്ച് പരിശീലിക്കും. അപ്പൊ നമുക്കിത് രണ്ട് കൂട്ടർക്കും രണ്ട് തരത്തിലൂടെ പറയാം എന്ന് മനസ്സിലാക്കും. ഒപ്പം തന്നെ ഈ എവറി ഡേ എന്നുള്ള വേർഡിനെ പലപ്പോഴും നമുക്ക് ആവശ്യാനുസരണം ചേഞ്ച് ഒക്കെ ചെയ്യാം. ഹി കംസ് ഹിയർ എവറി ഡേ, ഇനി ചിലപ്പം ചേഞ്ച് ചെയ്യാം. ഹി കംസ് ഹിയർ എവറി സൺഡേ, ചേഞ്ച് ചെയ്യാം. കാരണം നമുക്ക് ആ സ്പേസ് ഉണ്ട് അവിടെ, ആ ടൈം മാറ്റി പറയാനായിട്ടുള്ള സ്പേസ് നമ്മുടെ കയ്യിൽ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ ഇഷ്ടം പോലെ അതിന് സമാനമായിട്ടുള്ള വേർഡുകൾ, ടൈം വേർഡ്സ് നമുക്ക് അവിടെ എഴുതി ചേർക്കാം. ഇത്തരം ടൈം വേർഡ്സ് ഒക്കെ നമുക്ക് ഇനി അടുത്ത ഒരു ചാപ്റ്ററിൽ നമ്മൾ വിശദമായിട്ട് പറയും. അതിനെ ചുമ്മാ ഇതിലേക്ക് അങ്ങോട്ട് കയറ്റി വെച്ചാൽ മതി. പക്ഷെ അവനെ കൊണ്ടുവന്ന് വെക്കാൻ പോകുന്ന സമയത്ത് അതിനെ വെക്കാൻ പാകത്തിലുള്ള ഒരു സ്പേസ് ഇവിടെ വേണ്ടേ? ആ സ്പേസ് ഇവിടെ ആദ്യം ഒഴിച്ചിടുക, അതവിടെ ബുക്ക് ചെയ്തിട്ട്. അതാണ് ഈ ഓരോ കോളത്തിനും അനുയോജ്യമായിട്ടുള്ള ഓരോ ടൈം വേർഡ് ഇപ്പോഴേ കൊടുത്ത് പഠിക്കുന്നത്, പറഞ്ഞ് പഠിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ഒരെണ്ണം വ്യക്തമായി കഴിഞ്ഞാൽ ഇതേ മെത്തേഡ് ബാക്കി 4നും നമ്മൾ അങ്ങ് ഡിറ്റോ ഫോളോ ചെയ്യും. ചുമ്മാ അങ്ങ് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഈ 5ഉം നമ്മുടെ കയ്യിൽ കിട്ടും. ദാറ്റ് മീൻസ് ഇംഗ്ലീഷ് ഭാഷയുടെ രാജാവായിട്ടുള്ള ഡൂവിന്റെ ഹൃദയ കേന്ദ്രം നമ്മൾ കൈക്കലാക്കാനാണ് പോകുന്നത്. പണ്ടൊക്കെ ഈ പറഞ്ഞ ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതല്ല. നമുക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത, കാരണം നമ്മൾ സമീപിച്ചിരുന്ന രീതി തന്നെ ആകെ തെറ്റിക്കിടക്കായിരുന്നു. നമ്മൾ ഡൂഡി ഡൺ വെച്ച് പഠിച്ചിട്ട് എത്ര കാലം എങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും ഇതിന് നമുക്ക് ഒരു നിയന്ത്രണവും കിട്ടാൻ പോണില്ല ഈ ഭാഷയില്. പക്ഷെ ഇപ്പൊ നോക്കൂ, എത്ര സുഖമായി, എത്ര സ്വസ്ഥമായിട്ട് ഈസി ആയിട്ട് ഇത് നമ്മുടെ കൈപ്പിടിയിൽ വരുന്നു. ആകെ ബി ഡു ഹാവ് എന്ന 3 ആശയമുള്ളൂ. അതിൽ ഡു ആണ് രാജാവ്, കാരണം അതാണ് ആക്ഷൻ കാണിക്കുന്ന, പ്രവൃത്തി കാണിക്കുന്ന ആശയമെന്ന് മനസ്സിലായി. അത് തന്നെ ഡു തന്നെ എങ്ങനെയൊക്കെ ബാക്കിയുള്ള വെർബുകൾക്ക് പോവാൻ വേണ്ടിയിട്ട്, സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രാക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഈ 12 കോളങ്ങൾ. അതിൽ തന്നെ ഈ 5 വളരെ ഇമ്പോർട്ടന്റ് എന്ന് നമ്മൾ പറഞ്ഞു. കാരണം അതാണ് ഹൃദയഭാഗം. ആ ഹൃദയഭാഗത്തിലത്തെ ഒരെണ്ണമാണ് നമ്മൾ ഇപ്പൊ പിടിച്ചത്. ഡു ഡസ് എവറി ഡേ എന്നും ചെയ്യാറുണ്ട്. എങ്കിൽ ഡിഡ് എന്ന മിടുക്കനെ നമുക്ക് എങ്ങനെ പറയാം? ഡിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് അല്ലേ? അപ്പൊ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ധാരാളം സമയവാക്കുകളുണ്ട്. ഇന്നലെ, മിനിഞ്ഞാന്ന്, കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ മാസം, ഇന്ന് രാവിലെ, ഇങ്ങനെ ഏത് സമയം വേണമെങ്കിലും പറയാം. എന്റെ കുട്ടിക്കാലത്ത്, ഞാൻ 10ന് പഠിക്കുന്ന സമയത്ത്, ഇങ്ങനെ ആയിരക്കണക്കിന് സമയവാക്കുകൾ പറയാം. പക്ഷെ ഇതെല്ലാം കൊണ്ടുവരേണ്ട, തൽക്കാലം പാസ്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആ ഒരു സ്പേസ് വിടുക. യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഐ ഡിഡ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞ സംഭവം ഈസി ആയില്ലേ? അപ്പൊ നമ്മള് ഡു ഡസ് എവറി ഡേ എന്ന് പറഞ്ഞ പോലെ ഡിഡ് യെസ്റ്റർഡേ എന്നങ്ങ് പറഞ്ഞു പഠിക്കുക. അർത്ഥം നമ്മൾ ഓൾറെഡി കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ചെയ്തു, ചെയ്തിരുന്നു, രണ്ടർത്ഥമുണ്ട്. നമുക്ക് വേണമെങ്കിൽ പറയാൻ സൗകര്യത്തിന് ഒരെണ്ണം പറഞ്ഞാലും മതി. പക്ഷെ ഇത് രണ്ടും അവിടെ ഉണ്ട് എന്ന് മനസ്സിൽ മറക്കാതെ സൂക്ഷിക്കണം. ഓക്കെ, എങ്കിൽ ഡിഡ് യെസ്റ്റർഡേ, ഇന്നലെ ചെയ്തു, ചെയ്തിരുന്നു. ക്ലിയർ അല്ലേ? ഇനി ഇത് രണ്ടും ഒരുമിച്ചൊന്ന് പറഞ്ഞു നോക്കി. നമുക്കിങ്ങനെ ഓരോന്നും മനസ്സിലാക്കുമ്പോഴും അതിന് മനസ്സിലാക്കിയത് അടക്കം ചേർത്ത് ചേർത്ത് പറയണം. ഇപ്പൊ നമുക്ക് 3 പഠിക്കുന്നുള്ളൂ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഈ 3 ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. കാരണം ഈ 3 ആ പ്രിൻസിപ്പിൾ, നമ്മൾ 3 ആശയങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഡൂവിന്റെ പ്രധാനപ്പെട്ട 3 ഫോംസ് ഈ ഡു ഡിഡ് ഡൺ തന്നെയാണ്. അതിൽ തെറ്റില്ല. പക്ഷെ പഠിച്ച രീതി തെറ്റായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാത്ത രീതിയിൽ ആണ് പഠിച്ചു വെച്ചതെന്ന് മാത്രം. നമ്മൾ അതിനൊന്ന് കറക്റ്റ് ആക്കണം. ആദ്യം ഇതിനെ ചുവാക്കണം, എന്നിട്ട് വേണം ബാക്കിയുള്ളത് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഡു ഡസ് എവറി ഡേ എന്നും ചെയ്യാറുണ്ട്. ഡിഡ് യെസ്റ്റർഡേ, ഇന്നലെ ചെയ്തു. കണ്ട, ബോഡി അനങ്ങി തുടങ്ങുന്നുണ്ടോ? എങ്ങനെയാ? ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയോളൂ. ഡു ഡസ് എവറി ഡേ എന്നും ചെയ്യാറുണ്ട്. ഡിഡ് യെസ്റ്റർഡേ, ഇന്നലെ ചെയ്തു. നിങ്ങൾ പറയുമ്പോഴും ഇതുപോലെ ബോഡി അനക്കിക്കൊണ്ട് പറയണം. ബോഡി അനക്കി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ചലനങ്ങൾ ഉണ്ടാകും. അങ്ങനെ നമ്മൾ പഠിക്കുന്ന, പരിശീലിക്കുന്ന സംഗതികൾ നേരെ ഒരു പ്രയാസവും കൂടാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലും. അതാണ് അതിന്റെ സൂത്രം. അപ്പോ രണ്ടാളും ക്ലിയർ ആയില്ലേ? ഡു ഡസ് എവറി ഡേ എന്നും ചെയ്യാറുണ്ട്. ഡിഡ് യെസ്റ്റർഡേ, ഇന്നലെ ചെയ്തു. 3ാമത്തെ നമ്മുടെ ഏതാണ്? ഇനി ഡൺ എന്ന് പറയാൻ പാടില്ല. ക്ലിയർ അല്ലേ? ഹാവ് ഡൺ അല്ലെങ്കിൽ ഹാസ് ഡൺ. അപ്പൊ 2 ഫോം ഉണ്ടെങ്കിൽ ഒന്ന് സിംഗുലറും ഒന്ന് പ്ലൂറലാണ് നമുക്കറിയാം. ഇപ്പൊ ഡു ഡസിൽ നമുക്ക് മനസ്സിലായി. ഡസ് അത് സിംഗുലറാണ്. ഹി കംസ്,
ഹി ഗോസ്, ഐ കം, ഐ ഗോ. പ്ലൂറൽ സിംഗുലർ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ഹാവ് ഡൺ ഉണ്ട്, ഹാസ് ഡൺ ഉണ്ട്. കാരണം ഹാവിന് 2 ഫോം ഉണ്ടല്ലോ. അപ്പൊ അത് രണ്ടും വെച്ച് വേണം ഈ ഡൺ ഫോം പറയാൻ വേണ്ടിട്ട്. അപ്പൊ ഹാവ് ഡൺ, ഹാസ് ഡൺ, ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് അർത്ഥം ക്ലിയർ ആയി. പക്ഷെ ഇതിലും നമുക്കൊരു സമയവാക്ക് വെക്കണ്ടേ? ഇവിടെയാണ് സമയവാക്ക് വെക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇംഗ്ലീഷ് ഭാഷയുടെ ഈ കുടുക്ക് പൊട്ടിക്കുന്ന ഭാഗം ഈ 3 ഫോമുകളാണ്. ഈ 3നെയും പൊട്ടിച്ച് പുറത്തെടുത്താൽ ഇംഗ്ലീഷ് ഭാഷയുടെ ആ കുടുക്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഒരു കടുങ്കെട്ടാണത്. അത് ഈ 3 വാക്കുകളിലാണ്. കാരണം അത് അവന്മാര് ചെയ്തു വെച്ച് പോയിട്ടുള്ള സംഭവമാണ്. അത് നമ്മളങ്ങ് ഈസി ആയിട്ട് അങ്ങ് അഴിച്ചെടുക്കണം. പിന്നെ നമുക്ക് പറന്നടിയാം ഇംഗ്ലീഷ് ഭാഷയില്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഈ ഡൂഡസിന്റെ കുടുക്കഴിച്ചു. ഡിഡില് കാര്യമായിട്ടുള്ള കെട്ടില്ല. പക്ഷെ ഹാവ് ഡണ്ണിൽ ഒരു വലിയൊരു കടും കെട്ട് കിടക്കുന്നുണ്ട്. അതില് ഏറ്റവും പണ്ടുള്ള ഇത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇന്നലെ പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ടോ? ഈ ഹാവ് ഡൺ കിടക്കുന്നത് ശരിക്കും അതിന്റെ പൊസിഷൻ കറക്റ്റ് അല്ല. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ 3 അക്ഷരങ്ങൾ പറയാം. അതിന്റെ പൊസിഷനിങ്, അതിന്റെ ഓർഡർ ഒന്ന് കറക്റ്റ് ആക്കി നിങ്ങളൊന്ന് ചിന്തിക്കണം, നിങ്ങളൊന്ന് പറയണം. 10, 30, 20. ഇതിന്റെ ഓർഡർ കറക്റ്റ് ആണോ? ശരിക്കും 10ഉം 30ഉം കഴിഞ്ഞിട്ടാണോ 20 പറയേണ്ടത്? അതോ 10ന്റെയും 30ന്റെയും ഇടയിൽ പറയുന്നതാണോ അതിന്റെ ഓർഡർ, ആ ഫ്ലോ കറക്റ്റ് ആവുക നല്ലത്? അതൊന്ന് ഇടയിൽ വെച്ച് നോക്കി, ആ പൊസിഷൻ ഒന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. 10, 20, 30. ആഹാ, എന്തൊരു സുഖമാണ് പറയാൻ, നല്ലൊരു ഫ്ലോ ഇല്ലേ? ഇതുപോലെ തന്നെയാണ് ഒന്നുകൂടി നമുക്ക് ഭാഷാപരമായിട്ട് ചിന്തിക്കാം. പ്രസന്റ്, പാസ്റ്റ്, പിന്നെ പ്രസന്റ് പാസ്റ്റ് എന്ന് പറയുമ്പോൾ ശരിയാണ്. പിന്നെ പ്രസന്റ് പാസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ടിന്റെ ഇടയിലുള്ളതല്ലേ. അപ്പൊ ഈ പ്രസന്റിന്റെയും പാസ്റ്റിന്റെയും ഇടയിലല്ലേ അത് പറയേണ്ടത്? നോക്കിയേ, പ്രസന്റ്, പ്രസന്റ് പാസ്റ്റ്, പാസ്റ്റ്, ഇങ്ങനെ പറയുമ്പോൾ അത് അതിന്റെ ആ ഫ്ലോ കറക്റ്റ് ആയി. ഈ ഫ്ലോ കറക്ഷൻ, ഈ ഓർഡർ കറക്ഷൻ തന്നെയാണ് ഡൂഡസും ഡിഡിനും ഹാവ് ഡൺ ഹാസ് ഡണ്ണിന്റെ ഇടയിൽ നമുക്ക് വരുത്താനുള്ളത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചിലപ്പോ ഇതുവരെ ആരും ചിന്തിക്കാത്ത, പറയാനോ ചെയ്യാനോ ധൈര്യപ്പെടാത്ത ആ ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു പൊസിഷനിങ്, ഒരു റീപൊസിഷനിങ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് റോക്കറ്റ് പോലെ കുതിച്ചു വരും. ഇപ്പൊ കുതിരവണ്ടിയുടെ കഥ തന്നെ നോക്കി. ആ കുതിരകൾക്ക് മുന്നിലാണ് ഇത്രയും കാലം വണ്ടി കെട്ടിയിരുന്നത്. അതുകൊണ്ട് ഈ കുതിരകൾ തള്ളി കൊണ്ടുപോണ പോലെ ഭയങ്കര ആയാസപ്പെട്ടാണ് ഈ വണ്ടി കൊണ്ടുപോയത്. കുതിരകൾക്ക് അതിൻ്റെതായിട്ടുള്ള കൊടുങ്കാറ്റ് വേഗത്തിൽ പോകാനായിട്ടുള്ള കഴിവുണ്ട്. പക്ഷെ മുന്നിൽ ഈ ബ്ലോക്ക് കെട്ടിയിട്ട കാരണം അവർക്ക് അത് സാധിച്ചിരുന്നില്ല. നമ്മൾ അതിനങ്ങ് അഴിച്ച് ബാക്കിൽ കെട്ടിപ്പോ പിന്നെ ഈ കുതിരകൾ ഈ വണ്ടിയും കൊണ്ട്, സംഗതി വെയിറ്റ് സെയിം തന്നെയാണ്, പക്ഷെ പൊസിഷനിങ് മാറിയപ്പോ ഇവര് പിന്നെ അതും കൊണ്ട് പറക്കാൻ തുടങ്ങി. അതുപോലെയാണ് ഡൂഡസും പ്രസന്റിന്റെയും ഡിഡിന്റെയും ഇടയിൽ പ്രസന്റ് പാസ്റ്റ് അങ്ങ് കയറ്റി വെച്ചു. അപ്പൊ അങ്ങനെ പറയും, ഡൂഡസ് ആദ്യം പറയാ, എന്നിട്ട് ഹാവ് ഡൺ ഹാസ് ഡൺ പറയാ, എന്നിട്ട് ഡിഡ് പറയാ. ഇപ്പൊ ഒരു ഫ്ലോ കിട്ടി. അതിന്റെ കാരണം മനസ്സിലാക്കുക. ഡൂഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ആണ്, നമുക്കറിയാം, എന്നും ചെയ്യാറുണ്ട്. ഡിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക പാസ്റ്റ്. ഇത് പക്ക പ്രസന്റ്, ഇത് പക്ക പാസ്റ്റ്. ഇത് ആദ്യം അങ്ങ് ഉറക്കുക. ഓക്കെ, ഡൂഡസ് എന്നും ചെയ്യാറുണ്ട്, പക്ക പ്രസന്റ്. ഡിഡ് ഇന്നലെ ചെയ്തിരുന്നു, പക്ക പാസ്റ്റ്. പക്ഷെ ഹാവ് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൽ ഇത്തിരി പ്രസന്റ് ഉണ്ട്, ഇത്തിരി പാസ്റ്റ് ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെ ഇടയിലും നിൽക്കുന്നതാണ്. ഇത് 2 വഞ്ചിയിലും ഈ രണ്ടിലും കാലിട്ട് നിൽക്കണം. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ തന്നെ വെക്കണ്ടേ? അതുകൊണ്ടാണ് ഹാവ് ഡൺ ഇതിന്റെ ഇടയിൽ കൊണ്ടു വെച്ചിരിക്കുന്നത്. എങ്ങനെ പറയണം? അപ്പൊ അത് പ്രകാരം എങ്ങനെ പറയും? ഡൂഡസ് എവറി ഡേ എന്നും ചെയ്യാറുണ്ട്, ഹാവ് ഡൺ ഹാസ് ഡൺ ഇതിനകം ചെയ്തിട്ടുണ്ട്, ഡിഡ് യെസ്റ്റർഡേ ഇന്നലെ ചെയ്തിരുന്നു. ഇങ്ങനെ ഈ ഒരു ഓർഡറിലേക്ക് നമ്മൾ അങ്ങ് ആ കുതിരവണ്ടിയുടെ പൊസിഷൻ മാറ്റുന്ന പോലെ ഈ ഡൂഡസ്, ഡിഡ്, ഹാവ് ഡൺ ഹാസ് ഡണ്ണിന്റെ പൊസിഷൻ ഒന്ന് റീഷഫിൾ ചെയ്യണം, ഒന്ന് ഷഫിൾ ചെയ്തൊന്ന് മാറ്റി പിടിപ്പിക്കണം. അപ്പൊ ഇത് പ്രകാരം ഈ ഹാവ് ഡണ്ണ് നടുവിലാണ് വെക്കേണ്ടത്. കാരണം അതിൽ പ്രസന്റും പാസ്റ്റിന്റെയും ഈ 2 തരത്തിൽ അത് കാലിട്ടിരിക്കുകയാണെന്ന് മനസ്സിലായില്ലേ? അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോ ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളിപ്പോൾ ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഒരു സിറ്റുവേഷനിലൂടെ ഇരിക്കുകയാണ്. അപ്പൊ ടീച്ചർ ചോദിക്കുകയാണ്, ആരെങ്കിലും പേന കൊണ്ടുവരാതിരുന്നിട്ടുണ്ടോ? അപ്പൊ ഒരുത്തൻ പറയുന്നത്, ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ കൊണ്ടുവരിക എന്ന ആക്ഷൻ ഓൾറെഡി കഴിഞ്ഞു പോയി, പാസ്റ്റ് ആണ്. പക്ഷെ ആ കൊണ്ടുവന്നില്ല എന്നുള്ള ആക്ഷന്റെ ഒരു ദുരന്തം, അതിന്റെ ഒരു ദുഃഖം, അതിന്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഇഫക്റ്റ് ഇപ്പോൾ അനുഭവിക്കുകയാണ്. എന്ത്? എഴുതാൻ പറ്റണില്ല. ബാക്കിയുള്ളവരൊക്കെ എഴുതുമ്പോൾ ഞാൻ എഴുതാൻ പറ്റാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. നൗവില് ഇപ്പോൾ കണ്ട ആക്ഷൻ പാസ്റ്റ് ആണ്, പക്ഷെ അതിന്റെ ഇഫക്റ്റ് നൗവില് ഞാൻ അനുഭവിക്കുകയാണ്. അങ്ങനത്തെ ഉള്ള ആക്ഷൻസ് ഞാൻ പറയാം, സോറി സാർ, ഐ ഹാവൻറ്റ് ബ്രോട്ട് മൈ പെൻ. ആ ഹാവ് ഡൺ ടെക്നിക്കിനെ നെഗറ്റീവിൽ പറഞ്ഞെന്ന് മാത്രം, കൊണ്ടുവന്നില്ല എന്നല്ല പറയുന്നത്. അതുകൊണ്ട് ഐ ഹാവൻറ്റ് ബ്രോട്ട് എന്ന് പറയും. അപ്പൊ ഈ ഹാവ് ഡൺ എന്ന സ്ട്രക്ചറിന്റെ അർത്ഥതലം, അതിന്റെ പൊസിഷൻ ഇതാണ്. ആക്ഷൻ കഴിഞ്ഞു, പക്ഷെ അതിന്റെ ഇഫക്റ്റ് ഇപ്പോഴും നിലനിൽക്കുക, അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ പാസ്റ്റിന്റെയും പ്രസന്റിന്റെയും ഇടയിൽ തന്നെയാണ് അതിന്റെ കറക്റ്റ് പൊസിഷൻ എന്ന് നമുക്ക് വ്യക്തമായി.
ഇതൊന്ന് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഇവനെ പൊസിഷൻ കറക്റ്റ് ചെയ്ത് പറയാൻ സാധിക്കും. ഇത് വ്യക്തമായിട്ട് ഒന്നുകൂടെ നേരം ബുക്കുകളോട് പഠിപ്പിക്കുന്ന ഒരു സ്പെഷ്യൽ ക്ലാസ് എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ പിന്നീട് ഒരു ഭാഗത്ത് എടുക്കും. അത് അപ്പൊ ഒന്നുകൂടി എളുപ്പമായിട്ട് മനസ്സിലാക്കാം. പക്ഷെ ഈ ഒരു പൊസിഷനിങ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഈ മൂവർ സംഘങ്ങളെ നമ്മളൊന്ന് കറക്റ്റ് ആക്കി. അപ്പൊ അത് പ്രകാരം എങ്ങനെ പറയും? ഡു ഡസ് എവറി ഡേ, ഹാവ് ഡൺ ഹാസ് ഡൺ, ഡിഡ് യെസ്റ്റർഡേ. അപ്പൊ ഈ ഹാവ് ഡൺ ഹാസ് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രസന്റും അല്ല പാസ്റ്റും അല്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിൽ ഏത് തരം സമയവാക്ക് വെക്കും എന്നുള്ളതൊരു ചോദ്യമാണ്. ഇപ്പൊ ഡിഡ് എന്ന് പറഞ്ഞപ്പോ നമ്മള് യെസ്റ്റർഡേ പറഞ്ഞു, ഇന്നലെ, മിനിഞ്ഞാന്ന്, കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ മാസം, ഇങ്ങനെയുള്ള വ്യക്തമായ പാസ്റ്റ് ടൈമുകൾ പറഞ്ഞു. കാരണം പറഞ്ഞു അത് പക്കാ പാസ്റ്റ് ആണ്, ക്ലിയർ പാസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇത്തരം ക്ലിയർ പാസ്റ്റ് ടൈമുകൾ ഒരിക്കലും ഈ ഹാവ് ഡണ്ണിന്റെ കൂടെ വെക്കാൻ പറ്റില്ല. ഇത് വെച്ച് കഴിഞ്ഞാൽ അവ അപ്പ കേസ് കൊടുക്കും. അത് നമ്മുടെ ടൈമുകളാണ്, അതിൽ വെക്കാൻ പാടില്ലെന്ന് പറയും. കാരണം ഇവരുടെ ഇടയിൽ തമ്മിലും ഈ പറഞ്ഞിട്ടുള്ള ഈ ലീഗൽ ഇഷ്യൂസ്, കോപ്പിറൈറ്റ് പ്രോബ്ലം, പൈറസി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഇവരും കേസ് കൊടുക്കും. ഇവർ തമ്മിൽ നല്ല അടിയാണ്. അപ്പോ യെസ്റ്റർഡേ എന്നുള്ള സമയവാക്ക് ഈ ഹാവ് ഡണ്ണിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അപ്പ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഹി ഹാസ് ഗോൺ യെസ്റ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂം, അപ്പൊ മാർക്ക് ഇടുന്ന അധ്യാപകൻ അപ്പൊ വീണ്ടും ഇട്ട് തരും, റോങ് ഇടും. കാരണം അതാ മറ്റവന്റെ കോപ്പിറൈറ്റ് ഉള്ള പാസ്റ്റ് ടൈം വേർഡാ, അത് ഇപ്പുറത്ത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഹാവ് ഡണ്ണിന് ഉപയോഗിക്കാനായിട്ടുള്ള സമയവാക്കുകൾ കൂടെ മനസ്സിലാക്കിയാൽ ഈ ഭാഗം പെർഫെക്റ്റ്. അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സൂത്രം, ഗംഭീരം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു സിമ്പിൾ സൂത്രമാണ്. ഒരു കൊല്ലം ഗ്യാരണ്ടി ഉള്ള ഒരേ ഒരു പ്രോഡക്റ്റ് എന്ന് ട്രോളിലൊക്കെ പറയുന്ന മാതിരി നമ്മുടെ വീട്ടിലുള്ള കലണ്ടറില്ലേ, ഈ കലണ്ടർ ഒന്ന് നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് സങ്കല്പിക്കുക. ഈ കലണ്ടറിൽ ഒരു 100 1000 വർഷം പിന്നോട്ടുള്ള എല്ലാ ദിവസങ്ങളും, എല്ലാ മാസങ്ങളും, വർഷങ്ങളും ഉണ്ട് എന്നും വിചാരിക്കുക. എങ്കിൽ ഞാൻ ഓരോ സമയവാക്കുകൾ പറയാം. അത് നിങ്ങൾക്ക് കലണ്ടറിൽ കാണിച്ചു തരാൻ പറ്റുന്നതാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. യെസ്റ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇന്നത്തെ ഡേറ്റ് ഏതാണ്ട് തൊട്ട് മുന്നിലത്തെ ഒരു കോളം കാണിച്ചിട്ട് പറയാം, ദിസ് ഈസ് യെസ്റ്റർഡേ എന്ന് നിങ്ങൾക്ക് ഈ കലണ്ടറിൽ വ്യക്തമായിട്ട് സൂചിപ്പിക്കാൻ പറ്റും, കാണിച്ചു തരാൻ പറ്റും. കറക്റ്റ് അല്ലേ? ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അതും നിങ്ങൾക്ക് അതിന് തൊട്ട് പിന്നിലത്തെ ഒരു റോ ബോക്സസ് കാണിച്ച് പറയാൻ പറ്റും, ദിസ് ഈസ് ലാസ്റ്റ് വീക്ക് എന്ന് പറയാം. ഓക്കെ. അതുമാതിരി ലാസ്റ്റ് മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ കലണ്ടറിൽ കാണിച്ചു തരാൻ പറ്റും, ലാസ്റ്റ് ഇയർ കാണിച്ചു തരാൻ പറ്റും, 2001. അങ്ങനെ നമുക്ക് മുൻപേ കടന്നു പോയിട്ടുള്ള ഇത്തരം സമയങ്ങൾ സ്പഷ്ടമായിട്ട് കലണ്ടറിൽ കാണിച്ചു തരാൻ പറ്റുന്ന സമയങ്ങളൊക്കെ സ്പഷ്ടമായ പാസ്റ്റ് ആണ്, വ്യക്തമായ പാസ്റ്റ് ആണ്. അതൊക്കെ പാസ്റ്റിന്റെ ആണ്. അപ്പൊ അത്തരം സമയവാക്കുകളൊന്നും ഈ സ്ട്രക്ചറിന്റെ കൂടെ, ഹാവ് ഡണ്ണിന്റെ കൂടെ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇവർ തമ്മിൽ അപ്പ കേസ് വരും. അപ്പൊ ഇവർക്ക് കൊടുക്കേണ്ട സമയവാക്ക്, ഇവന്റെ ഈ പ്രോപ്പർട്ടി എന്താണ്, ഇവൻ ഈ കലണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മാനദണ്ഡം ഉണ്ട്, അത് വെച്ചിട്ടാണ് അവൻ കേസ് കൊടുക്കണത് മനസ്സിലായി. അപ്പൊ കലണ്ടറിൽ പെടാത്ത കുറച്ച് സംഭവങ്ങൾ ഇവൻ സൂത്രത്തിലേക്ക് കണ്ടുപിടിക്കുകയാണ്, ഹാവ് ഡൺ. എന്നിട്ട് ഇവൻ കുറച്ച് വാക്കുകൾ പറയാണ്. ആ വാക്കുകൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുപിടിക്കുക, നിങ്ങൾക്ക് പറ്റുമോ നോക്ക് കലണ്ടറിൽ കാണിച്ചു തരാൻ വേണ്ടിട്ട്. ഈ അടുത്ത് എന്ന് പറഞ്ഞ സമയം ഈ കലണ്ടറിൽ കാണിച്ചു തരാൻ പറ്റുമോ? കലണ്ടറിൽ കാണിച്ചാൽ ഉടനെ അപ്പം കേസ് കൊടുക്കും. പറ്റില്ല. അപ്പൊ അത് ഇവന് ഉപയോഗിക്കാം. ഏത്? റീസെന്റ്ലി എന്ന വാക്ക് ഹാവ് ഡണ്ണിന് ഉപയോഗിക്കാം. ഇതിനകം, ഓൾറെഡി എന്ന വാക്ക് കലണ്ടറിൽ കാണിച്ചു തരാൻ പറ്റുമോ? നോ. അപ്പൊ റീസെന്റ്ലി, യെറ്റ്, എവർ, നെവർ, ബൈ ദിസ് ടൈം, സോ ഫാർ, ഇങ്ങനെയൊക്കെയുള്ള കലണ്ടറിൽ കാണിച്ചു തരാൻ പറ്റാത്ത, വ്യക്തമായ പാസ്റ്റില് 4 അതിരുകൾക്കുള്ളിൽ തളച്ചിടാൻ പറ്റാത്ത ഇത്തരം ചില സമയവാക്കുകളുണ്ട്. അതൊക്കെ ഈ ഹാവ് ഡൺ എന്ന വിടുക്കാൻ നമ്മൾ കൈക്കലാക്കി. അപ്പൊ ഹാവ് ഡൺ പറയുമ്പോൾ ഇത്തരം വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലൊന്ന് കരുതണം. അപ്പൊ അതിന്റെ ഒരു സ്ലോട്ടായിട്ട്, ഒരു ഐഡന്റിഫിക്കേഷൻ ആയിട്ട് നമ്മൾ ഓൾറെഡി എന്ന ഒരൊറ്റ വാക്കിനെ നമ്മൾ കൈക്കലാക്കുക. അപ്പൊ നമ്മൾ ഹാവ് ഡൺ എന്ന് പറയുമ്പോൾ ഹാവ് ഓൾറെഡി ഡൺ എന്നാണ് പിടിക്കുക. കാരണം ഇവൻ 2 കൂട്ടരുടെ ഇടയിലും കിടക്കാണ്. 2 കൂട്ടരും തട്ടിയെടുക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇവൻ അതിനെ സൂത്രത്തിൽ അവന്റെ ഇടയിൽ കയറ്റിട്ട് വെച്ചിരിക്കുക. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവരവരും കാണാതിരിക്കാൻ വേണ്ടിട്ട് പ്രസന്റും കാണണ്ട, പാസ്റ്റും കാണണ്ട. സംഗതി കറക്റ്റ് വാക്കാണ്, എന്നാൽ പോലും അവരുടെ ഒരു തന്ത്രവ്, ഒരു തോണ്ടൽ വേണ്ടെന്ന് വെച്ചിട്ട് ഹാവ് ഡണ്ണിന്റെ ഇടയിലെ കൊണ്ടു വെച്ചു. കാരണം ഇനി അവരും നമ്മൾ ഇനി തോണ്ടിയെടുക്കാൻ നിൽക്കണ്ട. അപ്പൊ ഹാവ് ഓൾറെഡി ഡൺ, അങ്ങനെയാണ് ഇവൻ അതിന്റെ ഹാവ് ഡണ്ണിന്റെ സമയവാക്കുകൾ മിക്കവാറും ഇങ്ങനെ ഇതിന്റെ ഇടയിലായിരിക്കും വെക്കുക. അതിന്റെ കറക്റ്റ് പ്ലേസിങ് അതാണ് പല വാക്കുകളുടെയും. പിന്നെ ചിലതൊക്കെ ഫ്രണ്ടിലും പിന്നിലൊക്കെ വയ്ക്കാം. ഞാൻ നിങ്ങൾക്ക് ആ ഒരു നേരം പോക്കിന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ ഹാവ് ഡണ്ണിൽ നമ്മൾ തൽക്കാലം ഒരു ഓൾറെഡി എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് വേണം പഠിക്കാൻ. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന സമയവാക്കുകൾ ഇനി കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ ഈ സ്ഥാനത്ത് മാറ്റി 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 പറയാൻ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ഈ സമയവാക്കുകളടക്കം ഈ 3 സ്ട്രക്ചർ നമുക്ക് ഒന്നുകൂടെ എന്ന് പറഞ്ഞാലോ എളുപ്പമായില്ലേ? നമ്പർ 1 ഏതാ? ഡു ഡസ് എവറി ഡേ, എന്നും ചെയ്യാറുണ്ട്.
ഇനി രണ്ടാമത്തെ ഏതാണ്? ഹാവ് ഓൾറെഡി ഡൺ, ഹാസ് ഓൾറെഡി ഡൺ. ഇതിനകം ചെയ്തിട്ടുണ്ട്. കണ്ട വീരവാചകം, അതൊക്കെ ചെയ്തിട്ടുണ്ടാ ഞങ്ങൾ എന്ന് പറയുന്ന പോലെ ഹാവ് ഓൾറെഡി ഡൺ, ഹാസ് ഓൾറെഡി ഡൺ, അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഡിഡ് യെസ്റ്റർഡേ, ഇന്നലെ ചെയ്തു, ചെയ്തിരുന്നു. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഒന്ന് ശരിക്കും നോക്കാം. ഒരു ഡാൻസ് ആണ്. നോക്കിയേ, ഡു ഡസ് എവറി ഡേ, എന്നും ചെയ്യാറുണ്ട്. ഹാവ് ഓൾറെഡി ഡൺ, ഹാസ് ഓൾറെഡി ഡൺ, അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഡിഡ് യെസ്റ്റർഡേ, ഇന്നലെ ചെയ്തു, ചെയ്തിരുന്നു. ഈ പറയുന്ന പോലെ ആ മൂവ്മെന്റ്സും ആ മ്യൂസിക്കും കറക്റ്റായിട്ട് നിങ്ങളുടെ ബോഡിയും മൈൻഡും ഒപ്പം അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഒന്നങ്ങ് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ കറക്റ്റാക്കി, പൊസിഷൻ കറക്റ്റായി, അർത്ഥം കറക്റ്റായി, അതിന്റെ ഫലമായിട്ട് ഈ ആശയങ്ങളും നമുക്ക് എളുപ്പം മനസ്സിലായി. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഈ 3 ഫോമുകളെയും വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു. കറക്റ്റ് അല്ലേ? അതിന്റെ അർത്ഥം മനസ്സിലാക്കി, ആശയം മനസ്സിലാക്കി, പൊസിഷനും മനസ്സിലാക്കി. ഇനിയാണ് നിങ്ങൾക്ക് ഒരു നേരം പോക്ക് തരുന്ന ഒരു ട്വിസ്റ്റ്, നമ്മുടെ കഥയിൽ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരാൻ പോവുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്വിസ്റ്റ് നമുക്ക് കുറച്ച് ആശ്വാസം, എളുപ്പം തരുന്ന ഒരു ട്വിസ്റ്റാണ്. കാരണം നമ്മൾ ഈ ഡൂഡസിനെയും ഹാവ് ഡൺ ഹാസ് ഡണിനെയും ഡിഡിനെയും 3 വ്യക്തികളാക്കി, 3 ഫാമിലികളാക്കി നമ്മളൊന്ന് സങ്കല്പിക്കുക. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഹാവ് ഡൺ എന്നുള്ളത് ഡിഡിന്റെ അപ്പുറമായിരുന്നു നമ്മൾ ആദ്യം പരിശീലിച്ചിരുന്നത്. ദാറ്റ് മീൻസ് ആദ്യം നമ്മൾ കണ്ടുപരിചയമുള്ളത് ഡിഡിന്റെ അപ്പുറമായിരുന്നു. അതായത് ഡു, ഡിഡ്, ഡൺ എന്നുള്ള ഓർഡറിൽ ഡൺ അവസാനമായിരുന്നു നമ്മൾ ഇത്രയും കാലം കണ്ടുപരിചയിച്ചിരുന്നത്. ഇപ്പോൾ അവന്റെ തറവാട്ട് സ്വത്ത് ഇവരുടെ 2 പേരുടെയും ഇടയിലാണെന്ന് മനസ്സിലാക്കി ആൾ ഇങ്ങോട്ടേക്ക് സ്ഥലം മാറുക ചെയ്തത്. ഇങ്ങനെ നിങ്ങൾ ഒരു സ്ഥലം മാറ്റത്തിന്റെ ഒരു കഥ ഒന്ന് മനസ്സിലൊന്ന് സങ്കല്പിക്കുക. അപ്പൊ ആക്ച്വലി ഡൂഡസ് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഓർഡർ പ്രകാരം ഡൂഡസ് കഴിഞ്ഞിട്ട് ഹാവ് ഡൺ പറഞ്ഞു, എന്നിട്ടാണ് ഡിഡ് പറയുന്നത്. പക്ഷെ നമുക്ക് പ്രായോഗികമായിട്ടുള്ള ലൈഫിൽ നമ്മൾ ഇത്രയും കാലം പിന്തുടർന്നു വന്ന രീതിയിൽ നിന്നും ഒരു വിചിത്രമായ ഒരു മാറ്റമായതുകൊണ്ട് പറയാൻ ഒരല്പം ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ശരിയാണത്. ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാം നമുക്ക്. നമ്മൾ ഈ പറഞ്ഞ വ്യക്തികളാണെന്ന് പറഞ്ഞില്ലേ, അത് പറഞ്ഞത് ഇതിനു വേണ്ടിയിട്ടാണ്. ഇദ്ദേഹം 10-20 വർഷമായിട്ട് ഇങ്ങനെ അകലെ ആ ഒരു ഭാഗത്തായിരുന്നു താമസിച്ചിരുന്നത്. പക്ഷെ അത് അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒറിജിനൽ സ്ഥലം, തറവാട്ട് സ്ഥലം ഇടയിൽ കിടക്കുന്ന സ്ഥലമായിരുന്നു. ആ പറമ്പായിരുന്നു അദ്ദേഹത്തിന്റെ ഒറിജിനൽ അവകാശമുള്ള സ്ഥലം. പക്ഷെ കാലങ്ങളായിട്ട് ഇവിടെ ആരും താമസമില്ലാത്തതിന്റെ പേരില് ഇവന്മാർ 2 പേരും അത് കയറി ഇങ്ങനെ എതമാന്തി അത് അന്യാധീനപ്പെട്ട് കിടക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ അത് കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കളിച്ച ഒരു നാടകമാണ് ഈ കളി. അങ്ങ് ഒരു കേസ് കൊടുത്തു. എന്റെ ഒറിജിനൽ അവകാശ സ്ഥലം ഇവർ 2 പേരുടെ ഇടയിലുള്ള ഇത്രയും ഏരിയ മൊത്തം എന്റെ അവകാശപ്പെട്ട സ്ഥലമാണ് എന്ന് കേസ് കൊടുത്തു, സ്ഥാപിച്ചു. ഇപ്പോൾ അദ്ദേഹം അവിടെ ഒരു കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി, ഗേറ്റ് പണിതു, പൂട്ടിട്ട് ഭദ്രമാക്കി അദ്ദേഹത്തിന്റെ അവകാശം സ്ഥാപിച്ചു. അതായത് ഹാവ് ഡണിന്റെ പൊസിഷൻ ഡൂഡസിനും ഡിഡിനും ഇടയിലാണ്, പ്രസന്റിന്റെയും പാസ്റ്റിന്റെയും ഇടയിലാണ് അതിന്റെ കറക്റ്റ് പൊസിഷൻ എന്ന് നിയമപരമായി ആള് സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി അവിടെ ആർക്കും അതിക്രമിച്ച് കയറാൻ സാധിക്കില്ല. ഇപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിലും ആ ഒരു സ്ഥാനം കറക്റ്റ് ആയില്ലേ? ശരിക്കും ഹാവ് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റിന്റെയും പാസ്റ്റിന്റെയും ചുവയുണ്ട്, 2ന്റെയും ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് 2ന്റെയും ഇടയിലാണ് അതിന്റെ ഒറിജിനൽ പൊസിഷൻ എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. അതുപോലെയാണ് നിയമപരമായിട്ട് ഇദ്ദേഹം അവിടെ ഒരു കോമ്പൗണ്ട് വാൾ കെട്ടി ആ അധികാരം സ്ഥാപിച്ചത്. ഇത് സ്ഥാപിച്ചതിന് ശേഷം ഗേറ്റ് ഒക്കെ വെച്ച് താഴിട്ട് പൂട്ടിയതിനു ശേഷം സുരക്ഷിതമാക്കിയതിനു ശേഷം ഇദ്ദേഹം പണ്ടത്തെ പോലെ തന്നെ ആ പഴയ വാടക വീട്ടിലേക്ക് തന്നെ താമസം മാറി. കാരണം അത് കുറെ സൗകര്യമുണ്ട്. കുറെ കാലങ്ങളായിട്ട് പത്രമിടുന്ന ആളും പാൽക്കാരനും പലചരക്ക് കടക്കാരനും മോർണിംഗിലും ഈവനിങ്ങിലും വാക്കിങ്ങിന് പോകുന്ന ആൾക്കാരും അങ്ങനെ നിരവധി ഫ്രണ്ട്സും ബന്ധങ്ങളും ആ വീടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുണ്ട്. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇതാണ് എനിക്ക് അവകാശപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഇദ്ദേഹത്തിന്റെ ജീവിതം കുറച്ച് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാവും. ഏതാണ്ട് അതേ ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ ഈ ഹാവ് ഡണ്ണിനെ ഇപ്പുറത്തേക്ക് മാറ്റി സ്ഥാപിച്ചപ്പോൾ നമുക്കും ഉണ്ടായത്. അപ്പൊ സംഗതി സ്ഥാനം മനസ്സിലായി, അവകാശം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി അത് പോവില്ലെന്ന് ഉറപ്പായത് കൊണ്ട് ഉറപ്പാക്കി നമ്മള്. ഇനി നമുക്ക് വീണ്ടും പഴയ വാടക വീട്ടിലേക്ക് തന്നെ പോവാം. കാരണം അവിടെ ആസ്വദിച്ചു കഴിയാം. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ് സുഖമല്ലേ? പണ്ടത്തെ ആളുകളും കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ നമുക്ക് ആസ്വദിക്കാം. എന്നാൽ നമ്മുടെ സ്ഥാനം, നമ്മുടെ അവകാശപ്പെട്ട തറവാട് സ്ഥലം നമ്മുടെ കയ്യിൽ തന്നെ, അതിന്റെ രേഖ നമ്മുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞു. ഇനി ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ദാറ്റ് മീൻസ് ഹാവ് ഡണ്ണിന്റെ ഒറിജിനൽ പൊസിഷൻ എന്താണെന്ന് നമ്മുടെ ഉള്ളിൽ വ്യക്തമായി കഴിഞ്ഞു. ഇനി നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ദാറ്റ് മീൻസ് പണ്ടത്തെ പോലെ ഡിഡിന് ശേഷം പറഞ്ഞു, നോ പ്രോബ്ലം, നമുക്ക് അതല്ല സൗകര്യം.
അപ്പൊ നമ്മള് പണ്ടത്തെ അതേ ഓർഡറിൽ തന്നെ ഡു ഡിഡ് ഡൺ എന്ന ഓർഡറിൽ പക്ഷെ കറക്റ്റ് ആക്കിയിട്ട് ഡു ഡിഡ് ഡൺ എന്ന് പറയില്ല, ഡു ഡസ് ഡിഡ് ഹാവ് ഡൺ ഹാസ് ഡൺ അതേ ഓർഡറിലേക്ക് നമ്മൾ ഒന്നുകൂടി വീണ്ടും റീഷഫിൾ ചെയ്യണം. ഇതാണ് ആ ഒരു ട്വിസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ഈ ട്വിസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. എന്നാൽ അതിന്റെ ഇതിങ്ങനെ പറയുമ്പോഴും അവന്റെ ഒറിജിനൽ സ്ഥലം, അവന്റെ തറവാട് വക സ്ഥലം എവിടെ കിടക്കണമെന്ന് നമുക്കറിയാം. നമ്മുടെ കയ്യിൽ നിന്ന് അത് പോകുന്നില്ല. ആ ഒരു ബോധ്യം ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട് പഴയ ഓർഡറിൽ തന്നെ നമുക്ക് അങ്ങോട്ട് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ പറയുന്നു? ഡു ഡസ് എവറി ഡേ, ഡിഡ് യെസ്റ്റർഡേ, ഹാവ് ഡൺ ഹാസ് ഡൺ. പക്ഷെ ഹാവ് ഡൺ ഹാസ് ഡൺ ഒരു സമയവാക്ക് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതത്? തൽക്കാലം ഒരു ഓൾറെഡി മാത്രം ചേർത്താൽ മതി. അപ്പൊ അത് ചേർത്തുകൊണ്ട് അങ്ങനെ പറയും, ഹാവ് ഓൾറെഡി ഡൺ, ഹാസ് ഓൾറെഡി ഡൺ, ഇതിനകം ചെയ്തിട്ടുണ്ട്. ഫൈൻ. അപ്പൊ മലയാളം അടക്കം നമുക്ക് അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കാം. ഡു ഡസ് എവറി ഡേ, എന്നും ചെയ്യാറുണ്ട്. ഡിഡ് യെസ്റ്റർഡേ, ഇന്നലെ ചെയ്തിരുന്നു. ഹാവ് ഓൾറെഡി ഡൺ, ഹാസ് ഓൾറെഡി ഡൺ, ഇതിനകം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ട് ആശാനെ, അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട, ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. കണ്ട ആ ഒരു ബോഡി മൂവ്മെന്റ് കറക്റ്റ് ആക്കുക. അപ്പൊ ഈ 3 നമ്മൾ പക്ക സുരക്ഷിതമാക്കി ശക്തമാക്കി നമ്മുടെ കാൽ കീഴിലാക്കി നമ്മുടെ കൈക്കുള്ളിലേക്ക് നമ്മൾ ചുരുട്ടിക്കൂട്ടി കഴിഞ്ഞു. ഇനി ഈ 5 വിദ്വാൻമാരിൽ 2 ബാക്കിയുള്ളൂ. ഏത്? ഈസമാർ ഡൂയിങ് ഉണ്ട്, ഒരു വില്ലും ഉണ്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഈ ഒരു സിസ്റ്റം പ്രകാരം ഇതിനിപ്പോ ഏത് ഓർഡറിൽ എവിടെ പറഞ്ഞു കഴിഞ്ഞാലും വലിയ പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് നമുക്ക് ബോധ്യമായി. അതാണ് നമ്മൾ ഈ ഹാവ് ഡണ്ണിന്റെ ഈ ഒരു ട്വിസ്റ്റ് നമ്മൾ അവതരിപ്പിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പൊ ഈസമാർ ഡൂയിങ് നമുക്ക് എവിടെ പറയാം? നമ്മുടെ സൗകര്യത്തിന്. ഇനി നമ്മുടെ സൗകര്യത്തിന് നമുക്ക് എവിടെ വേണമെങ്കിലും പറയാമെന്ന്. ഇത് പിന്നെ സ്ഥലത്ത് തന്നെ പറയണമെന്നൊന്നും ഒരു നിയമമില്ല. ഇനി ഇവന്റെ നിയമം നമ്മൾ നിശ്ചയിക്കുന്നു, നമ്മൾ സൃഷ്ടിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ കണക്കിൻ പ്രകാരം ഡൂഡസ് അല്ലേ നമ്മൾ ആദ്യം പറയുന്നത്? ഡൂഡസ് എന്ന് പറഞ്ഞാൽ എന്നും ചെയ്യണ കാര്യമല്ലേ? അപ്പൊ എന്നും ചെയ്യണ കാര്യം ഇങ്ങനെ പരത്തി പറയുന്നതിന് മുമ്പ് ഇപ്പൊ നടക്കണ കാര്യം പറയുന്നത് കുറച്ച് എളുപ്പമാണ്. ഒന്ന് ആലോചിച്ച് ഈ കറക്റ്റ് അല്ലേ? അപ്പൊ ആദ്യം ഇപ്പൊ നടക്കണ കഥ പറയാം. അപ്പൊ ഒന്നാമത് നമ്മള് ഈ സെയിം ആർ ഡൂയിങ് നൗ എന്നിപ്പോ പറയാം. അപ്പൊ ഇപ്പോൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ നൗ അല്ലേ? അപ്പൊ ഒന്നാം സ്ഥാനം അവനാ കൊടുക്കാം. നമ്മുടെ നിശ്ചയങ്ങളാണ്, നമ്മളങ്ങ് തീരുമാനിക്കാണ്. ഇതിന് ഇനിയിപ്പോ ഒരു ഇംഗ്ലീഷ് പ്രൊഫസറുടെയും സർട്ടിഫിക്കറ്റ് നമുക്ക് ഇതിന് ആവശ്യമില്ല. നമ്മൾ തീരുമാനിക്കാണ്. ബിക്കോസ് ഇറ്റ്സ് അവർ ലൈഫ്, ഇറ്റ്സ് അവർ വേൾഡ് ആൻഡ് അവർ ലാംഗ്വേജ്. സോ ഫസ്റ്റ് വി ഗോ വിത്ത് ഈ സെയിം ആർ ഡൂയിങ് നൗ. എന്നിട്ട് നമുക്ക് ഡൂഡസ് ആണ് പറയാം രണ്ടാമത്. കാരണം ഡൂഡസിന് മുൻപിലല്ലേ ഇവനെ വെച്ചിരിക്കുന്നത്. അപ്പൊ രണ്ടാമതായിട്ട് ഡൂഡസ് പറയുന്നത് ഈ സെയിം ആർ ഡൂയിങ് നൗ, ഇപ്പോൾ ചെയ്യുകയാണ്. ഡൂഡസ് എവറി ഡേ, എന്നും ചെയ്യാറുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ 2 സ്ഥലത്ത് വിൽ ഡു പറയാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ തുടക്കത്തിൽ ഈ സെയിം ആർ ഡൂയിങ് വെച്ച പോലെ ഏറ്റവും അവസാനം ഹാവ് ഡണ്ണിന് ശേഷം വേണമെങ്കിൽ വിൽ ഡു പറയാം. പക്ഷെ ഈ നമ്മൾ വെർബുകളുടെ ഈ പണ്ടത്തെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡു ഡിഡ് ഡൺ എന്ന് പറയുമ്പോൾ ഡൺ ഫോം ഹാവ് ഡൺ ഹാസ് ഡൺ അവസാനം പറഞ്ഞ് ഒരു ശീലമായതല്ലേ. അതുകൊണ്ട് അത് അവിടെ തന്നെ കിടക്കട്ടെ. അവസാനം ഹാവ് ഡൺ ഹാസ് ഡൺ തന്നെ കിടക്കട്ടെ. അതുകൊണ്ട് ഈ പ്രസന്റിനോട് ഒരു അല്പം അടുപ്പമുള്ള നിലയ്ക്ക് ഈ ഡൂഡസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് വിൽ ഡു പറയാം. അപ്പൊ നമ്മൾ ആക്ച്വലി എന്താണ് ഈ 2 വെക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലങ്ങൾ എന്ന് മനസ്സിലായില്ലേ? ഒന്നാമത് ഈ ഡു ഡിഡ് ഡണ്ണിലെ ഡൂഡസ് എന്നുള്ളതിന്റെ മുൻപില് ഈ സെയിം ആർ ഡൂയിങ് വെച്ചു, അതിന് തൊട്ട് ശേഷം വിൽ ഡുവും വെച്ചു. അപ്പൊ ഒന്നാമതിന്റെ അപ്പുറം ഇപ്പുറമായിട്ട് ഈ സെയിം ആർ ഡൂയിങ്ങും വിൽ ഡുവും വെച്ചു. അപ്പൊ ഇവിടെ തന്നെ 3 പിന്നെ ഡിഡും ഹാവ് ഡണ്ണും വെച്ചു. അപ്പൊ 5 അങ്ങനെ ഈ 5 സുരക്ഷിതമാക്കി നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കി. അപ്പൊ ഇത് പ്രകാരം നമുക്ക് ഈ 5 ഒന്ന് ഓർഡറിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ആ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. ഈ സെയിം ആർ ഡൂയിങ് നൗ, ഇപ്പോൾ ചെയ്യുകയാണ്. ഡു ഡസ് എവറി ഡേ, എന്നും ചെയ്യാറുണ്ട്. വിൽ ഡു ടുമാറോ, നാളെ ചെയ്യും. ഇനി നമ്മുടെ പഴയ 2 ബാക്കി 2 പറയാം. ഡിഡ് യെസ്റ്റർഡേ, ഇന്നലെ ചെയ്തിരുന്നു. ഹാവ് ഓൾറെഡി ഡൺ, ഹാസ് ഓൾറെഡി ഡൺ, ഇതിനകം ചെയ്തിട്ടുണ്ട്. ഈ ഒരു 5 സ്ട്രക്ചറുകൾ ഇതേ ഓർഡറിൽ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയുടെ കേന്ദ്ര ബിന്ദുവായിട്ടുള്ള ഡൂവിന്റെ ഹൃദയം നമുക്ക് എളുപ്പം കീഴടക്കാം. ഇപ്പോഴും കീഴടക്കിയിട്ടില്ല, ഞാൻ അവിടേക്ക് വരുന്നേ ഉള്ളൂ. ഈ 5 സ്ട്രക്ചർ പിടിയിട്ടില്ലേ? ഇനി നിങ്ങൾ പരിശീലിക്കേണ്ട ഒരു രീതിയുണ്ട്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ഒരു 25 മേജർ കോർ വെർബ്സ് ആണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഈ 25 കോർ വെർബ്സ്, അതായത് നമ്മൾ ഏറ്റവും അധികം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ 25 വെർബ്സ് ആണ്, ഇറഗുലർ വെർബ്സ് ആണ്. ഇവയെ ഈ 5 രീതികളിലൂടെ അങ്ങ് പറഞ്ഞു പഠിക്കുക. അപ്പൊ പറഞ്ഞു പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുക, നമുക്ക് വേരോട്ടം ആദ്യം വേണം. ആദ്യം ഫസ്റ്റ് റൂട്ട്സ്, ദെൻ ബ്രാഞ്ചസ് ആൻഡ് ഫ്രൂട്ട്സ്.
എന്നാലേ നമുക്ക് ആ മരം നിലനിൽക്കുള്ളൂ. അപ്പൊ റൂട്ട്സ് എന്ന് പറയാൻ കാരണം ഏറ്റവും ആദ്യം താഴോട്ട് പറഞ്ഞു പഠിക്കുക. നമ്മളിപ്പോ ഈ 5 കോളങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓരോ കോളത്തിലും ഈ 25 വെർബ് നേരെ താഴത്തോട്ട് പറഞ്ഞു പഠിക്കുക. ഓരോ കോളത്തിലും ഈ 25 വെർബുകളും നേരെ താഴത്തോട്ട് പറഞ്ഞു പഠിക്കുക. താഴത്തോട്ട് 5ലും അങ്ങനെ തനിച്ച് തന്നെ എല്ലാം പറയുക. അതിനുശേഷം ബ്രാഞ്ചസ് എന്ന് പറഞ്ഞ മാതിരി നേരെ ഇങ്ങനെ പറഞ്ഞു പഠിക്കുക. ദാറ്റ് മീൻസ് ഫസ്റ്റ് വെർട്ടിക്കലായിട്ട് ഡൗണിലേക്ക് പറഞ്ഞു പഠിക്കുക, സെക്കൻഡ് ഹൊറിസോണ്ടലായിട്ട് പറഞ്ഞു പഠിക്കുക. ഇത് രണ്ടും കൂടെ ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു ഗ്രിപ്പ്, ആ ഹൃദയ ഭാഗം കീഴടക്കാനായിട്ടുള്ള ഗ്രിപ്പ് കിട്ടും. ഇത് കിട്ടിയതിന് ശേഷമാണ് ഹൃദയം കീഴടക്കുന്ന വിദ്യ അടുത്ത ക്ലാസ്സിൽ പറയുള്ളൂ. ഓക്കെ, അപ്പൊ എങ്ങനെ പറഞ്ഞു പഠിക്കും? ഫസ്റ്റ് അതിന്റെ ആശാൻ രൂപങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പൊ ആശാനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇനി ബാക്കി ശിഷ്യന്മാരെ ഈ വെർബുകളിനെ അതേ മോഡലിൽ നമ്മൾ അനുകരിക്കാനാണ് പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ കോളത്തിൽ നമ്മൾ എങ്ങനെ പറയും? ഈസ് എം ആർ ഡൂയിങ് നൗ. ഇതാ നോക്കിയാൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ആ 25 വെർബുകള് ഈസ് എം ആർ ഡൂയിങ് നൗ എന്നുള്ള അതേ മോഡലിൽ അങ്ങ് അനുകരിക്കുകയാണ്. ഈസ് എം ആർ ബ്രിങ്ങിങ് നൗ, ഇപ്പോൾ ചെയ്യുകയാണ് എന്ന പോലെ കൊണ്ടുവരികയാണ് എന്ന് പറയാം. എല്ലാ വെർബുകളിലും ആ ചെയ്യുകയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഡ്യൂപ്ലിക്കേഷൻ ആണ്, നമുക്കറിയാലോ. രണ്ടാമത്തെ നോക്കി, ഈസ് എം ആർ ബൈയിങ് നൗ, ഇപ്പോൾ വാങ്ങിക്കുകയാണ്. ഈസ് എം ആർ കാച്ചിങ് നൗ, ഇപ്പോൾ പിടിക്കുകയാണ്. ഈസ് എം ആർ കമ്മിങ് നൗ, ഇപ്പോൾ വരികയാണ്. ഈസ് എം ആർ ഡ്രൈവിംഗ് നൗ, ഇപ്പോൾ ഓടിക്കുകയാണ്. കണ്ട, ഞാൻ 5 എണ്ണം പറഞ്ഞു. ഇതുപോലെ എല്ലാം അങ്ങ് പറയണം. നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? എങ്കിൽ രണ്ടാമത്തെ കോളത്തിൽ നമുക്ക് നോക്കാം. രണ്ടാമത്തെ കോളം ഡു ഡസ് എവറി ഡേ എന്നാണെന്ന് ആശാൻ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ ആശാന്റെ പാദം പിന്തുടർന്ന് അങ്ങ് പോയാൽ മതി. അപ്പൊ ബാക്കി 5 വെർബുകൾ ഞാൻ പറയും, എല്ലാം അതുപോലെ നിങ്ങൾ പറഞ്ഞോളണം. അപ്പൊ എങ്ങനെയാണ് ആശാൻ ആദ്യം പറയാ? ഡു ഡസ് എവറി ഡേ. ആശാന്റെ കാലുമ തൊട്ടിട്ട് വേണം മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ഗുണം പിടിക്കില്ല. അതുകൊണ്ട് ഈ ആശാനായിട്ടുള്ള ഡു ഡസിനെയും ഈ ഡൂവിന്റെ ഫോമുകളെ ആദ്യം ഒന്ന് പറഞ്ഞേക്കണം. ആൾക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് അങ്ങ് കൊടുത്തേക്കണം. അങ്ങോർക്ക് മനസ്സിന് ഒരു പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രോഗ്രാംസ് ഒക്കെ വെള്ളത്തിലാവും, അതോ ഗതിയായിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോ ഡ്യൂപ്ലിക്കേഷൻ ആരംഭിക്കുമ്പോഴും ആശാനായിട്ടുള്ള ഡൂവിന്റെ കാലുമലൊന്ന് തൊട്ട് നമസ്കരിച്ചേക്കുക. അതിനാണ് ഇദ്ദേഹത്തെ ഒന്ന് പറയണമെന്ന് പറയുന്നത്. നമ്മൾ ഒന്നാം കോളം പറഞ്ഞപ്പോൾ ഈസ് എം ആർ ഡൂയിങ് നൗ എന്ന് ആശാന ഒന്ന് തൊട്ട് പറഞ്ഞില്ലേ? അതുപോലെ ഇവിടെയും ആശാനം ഒന്ന് തൊടാം. ആശാന്റെ ഭാഗം എന്താണ്? ഡു ഡസ് എവറി ഡേ എന്നും ചെയ്യാറുണ്ട്. ഇനി ബാക്കിയുള്ളവർ പറഞ്ഞു, ബ്രിങ്സ് എവറി ഡേ എന്നും കൊണ്ടുവരാറുണ്ട്. ബൈസ് എവറി ഡേ എന്നും വാങ്ങാറുണ്ട്. ക്യാച്ചസ് എവറി ഡേ എന്നും പിടിക്കാറുണ്ട്. കംസ് എവറി ഡേ എന്നും വരാറുണ്ട്. ഡ്രൈവ്സ് എവറി ഡേ എന്നും ഓടിക്കാറുണ്ട്. റുണ്ട്. ക്ലിയർ അല്ലേ? അങ്ങനെ എല്ലാ വേർബ്സും ആ 25 എണ്ണവും അതുപോലെ അങ്ങ് പറഞ്ഞേക്കുക. എങ്കിൽ നമുക്ക് മൂന്നാമത്തെ സ്ഥാനത്ത് ഇപ്പൊ കിടക്കുന്നത് വിൽഡു ആണ് അല്ലേ? പൊസിഷനിങ് ഒക്കെ നമ്മൾ കൊടുക്കുന്നതാണെന്ന്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് അങ്ങ് കൈകാര്യം ചെയ്യാം. ബിക്കോസ് വി ആർ ദ കമാൻഡേഴ്സ്. ഏത് കോളം പറയുമ്പോഴും അത് ഇന്ന കോളമാണ് നമ്മൾ പറയുന്നത് എന്ന് അതിന്റെ കറക്റ്റ് ബോഡി ലാംഗ്വേജും മ്യൂസിക്കും ഉപയോഗിച്ചുകൊണ്ട് പറയാൻ സാധിക്കണം. ആ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എങ്കിൽ ആശാന തൊട്ടോ, വിൽ ഡു ടുമാറോ, നാളെ ചെയ്യും. ഇനി ശിഷ്യന്മാരെ പിടിച്ചോ, വിൽ ബ്രിങ് ടുമാറോ, നാളെ കൊണ്ടുവരും. വിൽ ബൈ ടുമാറോ, നാളെ വാങ്ങിക്കും. വിൽ കാച്ച് ടുമാറോ, നാളെ പിടിക്കും. വിൽ കം ടുമാറോ, നാളെ വരും. വിൽ ഡ്രൈവ് ടുമാറോ, നാളെ ഓടിക്കും. അങ്ങനെ അങ്ങോട്ട് താഴത്തോട്ട് അങ്ങ് എല്ലാം അങ്ങ് പറഞ്ഞേക്കുക. എങ്കിൽ നമുക്ക് നാലാമത്തെ സ്ഥാനത്ത് ഇപ്പൊ കിടക്കുന്നത് ഡിഡ് ആണ്. ഡിഡിനെ ഒന്ന് കൈകാര്യം ചെയ്യാം. ഡിഡ് യെസ്റ്റർഡേ, ഇന്നലെ ചെയ്തിരുന്നു. ഇത് രണ്ടും പറയാൻ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണെങ്കിൽ ചുമ്മാ ചെയ്തു എന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ നമുക്കറിയാം 2 എണ്ണം അവിടെ ഉണ്ട് എന്ന്. ക്ലിയർ അല്ലേ? എങ്കിൽ ചെയ്തു എന്ന് മാത്രം പറഞ്ഞോളൂ. ഡിഡ് യെസ്റ്റർഡേ, ഇന്നലെ ചെയ്തു. ബ്രോട്ട് യെസ്റ്റർഡേ, ഇന്നലെ കൊണ്ടുവന്നു. ബോട്ട് യെസ്റ്റർഡേ, ഇന്നലെ വാങ്ങി. caught yesterday, ഇന്നലെ പിടിച്ചു. came yesterday, ഇന്നലെ വന്നു. drove yesterday, ഇന്നലെ ഓടിച്ചു. കണ്ട, ചെയ്തു, വന്നു, ഓടിച്ചു ഒക്കെ ആ പാസ്റ്റ് ഫോമിൽ ഞങ്ങൾ പറഞ്ഞു. എങ്കിൽ അവസാനത്തെ 5ാം സ്ഥാനത്ത് ഇപ്പോൾ കിടക്കുന്ന ഹാവ് ഡൺ, ഹാസ് ഡൺ, ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ ഈ എല്ലാ വെർബുകളും നേരെ കീഴ്പോട്ട് റൂട്ട്സ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു നമ്മൾ. ഓക്കെ,
എങ്ങനെ പറയും? ഹാവ് ബ്രോട്ട്, ഹാസ് ബ്രോട്ട്. സെപ്പറേറ്റ് പറയുന്നുണ്ട്. ഹാവ് ഇനി പറയുമ്പോൾ നമുക്ക് ഓൾറെഡി മറക്കണ്ട, അതുകൊണ്ട് ചേർത്ത് പറയാം. ഹാവ് ഓൾറെഡി ബ്രോട്ട്, ഹാസ് ഓൾറെഡി ബ്രോട്ട്. ഇതിനകം കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ട, ഒരു ഇതിനകം എന്ന വാക്കാണ് അതിന്റെ അർത്ഥം. ഇനി അത് പറയുമ്പോൾ ആ ബോഡി ലാംഗ്വേജ് മെല്ലെ മെല്ലെ, ഇപ്പോൾ അർത്ഥമാണ് കൂടുതൽ വരിക എന്നറിയാം, എങ്കിൽ പോലും ചെറുതായിട്ടെങ്കിലും ബോഡി ഒന്ന് അനക്കാൻ നോക്ക്. എങ്കിലേ നമുക്ക് മെല്ലെ മെല്ലെ കൂടുതൽ ഇളക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം. ഹാവ് ഓൾറെഡി ഡൺ, ഹാസ് ഓൾറെഡി ഡൺ. ഇതിനകം ചെയ്തിട്ടുണ്ട്. ഹാവ് ഓൾറെഡി ബ്രോട്ട്, ഹാസ് ഓൾറെഡി ബ്രോട്ട്. ഇതിനകം കൊണ്ടുവന്നിട്ടുണ്ട്. ഹാവ് ഓൾറെഡി ബോട്ട്, ഹാസ് ഓൾറെഡി ബോട്ട്. ഇതിനകം വാങ്ങിച്ചിട്ടുണ്ട്. ഹാവ് ഓൾറെഡി കോട്ട്, ഹാസ് ഓൾറെഡി കോട്ട്. ഇതിനകം പിടിച്ചിട്ടുണ്ട്. ഹാവ് ഓൾറെഡി കം, ഹാസ് ഓൾറെഡി കം. ഇതിനകം വന്നിട്ടുണ്ട്. ഹാവ് ഓൾറെഡി ഡ്രിവൺ, ഹാസ് ഓൾറെഡി ഡ്രിവൺ. ഇതിനകം ഓടിച്ചിട്ടുണ്ട്. ട്ടുണ്ട് 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 അങ്ങ് താഴോട്ട് അങ്ങ് പോട്ടെ. ഇപ്പൊ നമ്മുടെ റൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്ന രീതി പിടികിട്ടില്ലേ? ഈ 5 ഫോർമാറ്റിലും ഈ 25 വെർബുകളും അങ്ങ് ഓരോന്നായിട്ട് ഓരോ സ്ട്രക്ചറിൽ 25 പറയാ, രണ്ടാമത്തേൽ 25 വെർബ് പറയാ, മൂന്നാമത്തെ കോളത്തിലും 25 പറയാ, നാലാമത്തേലും 25 പറയാ, അഞ്ചാമത്തെ സ്ട്രക്ചർ ആയിട്ടുള്ള ഹാവ് ഡണിലും 25 പറയാ. ഇങ്ങനെ ആ റൂട്ട്സ് ആദ്യം അങ്ങ് തനിച്ച് അങ്ങ് പറഞ്ഞു പഠിക്കാം. അപ്പൊ നമുക്ക് നല്ല ഗ്രിപ്പ് കിട്ടി തുടങ്ങി. ഇനി വേണം 5നെയും ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് പിടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മൾ ആദ്യം ഈ സെമ ഡൂയിങ്ങിൽ നിന്ന് പറയും. അപ്പൊ ആശാന തൊട്ട് തന്നെ പറഞ്ഞു, ഈ സെമ ഡൂയിങ് നാവ് ഇപ്പോൾ ചെയ്യുകയാണ്. ഡു ഡസ് എവറി ഡേ എന്നും ചെയ്യാറുണ്ട്. വിൽ ഡു ടുമോറോ നാളെ ചെയ്യും. ഡിഡ് യെസ്റ്റർഡേ ഇന്നലെ ചെയ്തിരുന്നു. ഹാവ് ഓൾറെഡി ഡൺ, ഹാസ് ഓൾറെഡി ഡൺ ഇതിനകം ചെയ്തിട്ടുണ്ട്. ആശാന തൊട്ടു. ഇനി അതേ മോഡല് ബാക്കിയുള്ള വെർബുകൾ അങ്ങ് പറഞ്ഞു നോക്കാം. എങ്ങനെ പറയും? ഈ സെമാർ ബ്രിങ്ങിങ് നാവ് ഇപ്പോൾ കൊണ്ടുവരികയാണ്. ബ്രിങ് ബ്രിങ്സ് എവറി ഡേ എന്നും കൊണ്ടുവരാറുണ്ട്. വിൽ ബ്രിങ് ടുമോറോ നാളെ കൊണ്ടുവരും. ബ്രോട്ട് യെസ്റ്റർഡേ ഇന്നലെ കൊണ്ടുവന്നു. ഹാവ് ഓൾറെഡി ബ്രോട്ട്, ഹാസ് ഓൾറെഡി ബ്രോട്ട് ഇതിനകം കൊണ്ടുവന്നിട്ടുണ്ട്. വാ, അടിപൊളി. എങ്കിൽ രണ്ടാമത്തെ വെർബ് നോക്കാം. ഈ സെമാർ ബൈയിങ് നാവ് ഇപ്പോൾ വാങ്ങുകയാണ്. ബൈ ബൈസ് എവറി ഡേ എന്നും വാങ്ങാറുണ്ട്. വിൽ ബൈ ടുമോറോ നാളെ വാങ്ങും. ബോട്ട് യെസ്റ്റർഡേ ഇന്നലെ വാങ്ങി. ഹാവ് ഓൾറെഡി ബോട്ട്, ഹാസ് ഓൾറെഡി ബോട്ട് ഇതിനകം വാങ്ങിയിട്ടുണ്ട്. സൂപ്പർ. മൂന്നാമത്തെ വെർബ് ഏതാണ്? ക്യാച്ചിന്റെ. ഈ സെമാർ കാച്ചിങ് നാവ് ഇപ്പോൾ പിടിക്കുകയാണ്. ക്യാച്ച് കാച്ചസ് എവറി ഡേ എന്നും പിടിക്കാറുണ്ട്. വിൽ കാച്ച് ടുമോറോ നാളെ പിടിക്കും. കോട്ട് യെസ്റ്റർഡേ ഇന്നലെ പിടിച്ചു. ഹാവ് ഓൾറെഡി കോട്ട്, ഹാസ് ഓൾറെഡി കോട്ട് ഇതിനകം പിടിച്ചിട്ടുണ്ട്. അടിപൊളി. എങ്കിൽ നമുക്ക് കം എന്നുള്ള വെർബ് പറയാം. ഈ സെമാർ കമ്മിങ് നാവ് ഇപ്പോൾ വരികയാണ്. കം കംസ് എവറി ഡേ എന്നും വരാറുണ്ട്. വെൽക്കം ടുമോറോ നാളെ വരും. കെയിം യെസ്റ്റർഡേ ഇന്നലെ വന്നിരുന്നു. ഹാവ് ഓൾറെഡി കം, ഹാസ് ഓൾറെഡി കം ഇതിനകം വന്നിട്ടുണ്ട്. അല്ലേ? കറക്റ്റ് ആയില്ലേ? ഇനി ഒരെണ്ണം കൂടി ഉണ്ട് പറയാൻ വേണ്ടിട്ട്. അതേ മോഡലിൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് പറയാം. പക്ഷെ ഇവിടെ ഞാൻ ഈ പറയുമ്പോൾ എന്റെ ഈ ബോഡി മൂവ്മെന്റ്സ് നിങ്ങൾ ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഞാൻ ഈ 5 കോളങ്ങളും അർത്ഥതലത്തിലൂടെയല്ല പറയുന്നത്, അനുഭൂതിയിലൂടെയാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ 5 കോളങ്ങളും 5 ആശയങ്ങളാണ് പ്രകടിപ്പിക്കുന്നത്. അപ്പൊ ഈ 5 ആശയങ്ങളും എന്റെ ബോഡിയിലൂടെ, എന്റെ ബോഡി മൂവ്മെന്റ്സിലൂടെയും ആ പറയുന്ന ഭാഷയുടെ മ്യൂസിക്കിലൂടെയും ഇതെങ്ങനെയാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്, ഞാൻ ലിവ് ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെയാണ് നിങ്ങൾ പറയേണ്ടത്. ഇപ്പൊ നോക്കിയേ, അവസാനത്തെ ഏതാ? ഡ്രൈവ് എന്നുള്ള വേർഡല്ലേ? 5ാമത്തെ അത് പറയാം. ഈസ് എം ആർ ഡ്രൈവിംഗ് നാവ് ഇപ്പോൾ ഓടിക്കുകയാണ്. കണ്ട, ഇപ്പോ. ഇനി ഡ്രൈവ് ഡ്രൈവ്സ് എവറി ഡേ എന്നും ഓടിക്കാറുണ്ട്. ഇതാ എന്നും. ഇനി വിൽ ഡ്രൈവ് ടുമോറോ നാളെ ഓടിക്കും. കണ്ട, നാളെ. ഇനി ഇങ്ങോട്ട് ഡ്രോവ് യെസ്റ്റർഡേ ഇന്നലെ ഓടിച്ചിരുന്നു. ഓക്കെ. ഇനി 5ാമത്തേതാ? ഹാവ് ഓൾറെഡി ഡ്രിവൺ, ഹാസ് ഓൾറെഡി ഡ്രിവൺ. അത് ഇതിനകം ഓടിച്ചിട്ടുണ്ട്. കണ്ട, ഇപ്പൊ ഈ മൂവ്മെന്റ്സ് എളുപ്പം കിട്ടാൻ വേണ്ടിട്ട്, ഇതിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞാനൊരു സൂത്രം പറഞ്ഞുതരാം. നമ്മള് പ്ലസ്, ഇതൊക്കെ നമ്മളൊരു പ്ലസ്സിങ് ടെക്നിക്ക് അല്ലേ? അപ്പൊ ആദ്യം തന്നെ ഇങ്ങോട്ടൊരു വരവടിച്ച പ്ലസ് ആയില്ലേ? അപ്പൊ നോക്കിയേ, ഇപ്പോൾ ചെയ്യുകയാണ് എന്നും ചെയ്യാറുണ്ട്. അപ്പൊ ഇതേ 2 എണ്ണം ആ പ്ലസ്സിൽ കിട്ടി. ഇപ്പൊ ചെയ്യുകയാണ് എന്നും ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ചാടാ, ഇപ്പുറത്തേക്ക് ചാടാ, അപ്പുറവും ഇപ്പുറവും ചാടാ. നമ്മൾ ഇങ്ങനെയും കാണിച്ചപ്പോൾ തന്നെ അപ്പുറവും ഇപ്പുറവും. അപ്പൊ ഫ്യൂച്ചറും പാസ്റ്റും കിട്ടി. ഇത് കഴിഞ്ഞ ഇതൊക്കെ അങ്ങ് തട്ടിത്തെറിപ്പിച്ച് കളയാ. അതൊക്കെ ശരിയായിട്ടുണ്ട്, ഒക്കെ പോട്ടെ, ഒക്കെ തട്ടിക്കളയാ. അപ്പൊ ഹാവ് ഓൾറെഡി ഡൺ, ഹാസ് ഓൾറെഡി ഡണ്ണും കിട്ടി. ഇങ്ങനെ ഈ ഒരു ബോഡി ലാംഗ്വേജിലൂടെ ഈ 5 കോളവും നിങ്ങൾക്ക് എളുപ്പം സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അങ്ങ് ഫീഡ് ചെയ്യാൻ പറ്റും. സിമ്പിളാണ്. നോക്കിയേ,
ഈസ് am I doing now? ഇപ്പോൾ ചെയ്യുകയാണ്. Do this every day എന്നും ചെയ്യാറുണ്ട്. ഞങ്ങൾ ചാടിക്കോ will do tomorrow നാളെ ചെയ്യും. Did yesterday ഇന്നലെ ചെയ്തിരുന്നു. Have already done, has already done ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇതിനകം ചെയ്തിട്ടുണ്ട്, ഒക്കെ തട്ടി കളഞ്ഞു. ഈ 5 ഈ ബോഡി ലാംഗ്വേജ് മൂവ്മെന്റ്സിലൂടെ ഇത് എളുപ്പം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അങ്ങ് ഫീഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എളുപ്പമായില്ലേ സംഗതി? അപ്പൊ ആദ്യം റൂട്ട്സ് ക്രിയേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രാഞ്ചസ് ഇങ്ങനെയും ഡെവലപ്പ് ചെയ്യുക. ഇത് ഇത്രയ്ക്കും ചെയ്തതിന് ശേഷമേ നമുക്ക് ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ഉണ്ട്. അത് നമ്മൾ നാളത്തെ ക്ലാസ്സിൽ പറയും. കാരണം അത് കുറച്ചും കൂടിയും ഒരു ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പ്രിപ്പറേഷൻസ് കഴിഞ്ഞാലേ അത് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ സൈക്കോ ലിംഗ്വിസ്റ്റിക് ട്രെയിനിങ് എന്ന് പറഞ്ഞില്ലേ, അത് ഇതിൽ കൊണ്ടുവരണം. ഇത് എന്തിനാ കൊണ്ടുവരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇംഗ്ലീഷ് ഭാഷയുടെ ആ കുടുക്ക്, ആ കൂട് പൊട്ടിച്ച് പുറത്ത് കിടക്കുന്ന ആ തോട്, കടുപ്പമേറിയ ആ തോട് പൊട്ടിച്ച് പുറത്ത് കിടക്കുന്ന ആ ഭാഗം ഇവിടെയാണ് സംഭവിക്കുന്നത്. ഈ ഡു ഡിഡ് ഡൺ എന്ന ഈ ടെക്നിക്കിന് അതിന്റെ ആ കുടുക്ക് പൊട്ടിച്ചാലാണ് നമുക്ക് സ്വതന്ത്രമായിട്ട് ചിറക് വിടർത്തി ആകാശത്തേക്ക് അങ്ങ് പറന്നുയരാൻ സാധിക്കുള്ളൂ. ഇംഗ്ലീഷ് ഭാഷയുടെ ഈ അനന്തമായ വിഹായസിലേക്ക് പറന്നുയരണമെങ്കിൽ, കുതിച്ചുയരണമെങ്കിൽ ഈ ഡു ഡിഡ് ഡൺ എന്ന ടെക്നിക്ക് വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും നമ്മൾ ഫ്രീ ആയിട്ട് അങ്ങ് മനസ്സിലാക്കിയാലേ നമുക്കങ്ങ് കുതിച്ചുയരാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഇത്രയും കാലം നമ്മളെ ഒതുക്കി കൂട്ടി ചവിട്ടി കൂട്ടിയിരുന്ന ആ കരിമ്പാറക്കെട്ടുകൾ അങ്ങ് ഇട്ടിച്ച് തകർക്കാൻ പോവാണ്. ആ ടെക്നിക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഇത്തിരി സമയമെടുത്തുകൊണ്ട്, ഇത്തിരി മെനക്കെട്ടുകൊണ്ട് ഇതങ്ങ് ചെയ്യുക. ഇത് ചെയ്തിട്ട് വേണം അടുത്ത ഓരോ ക്ലാസ് കാണാനും കേൾക്കാനും. അല്ലാതെ എളുപ്പം ഇത് ചെയ്യാം എന്ന് മനസ്സിലാക്കി ഇതൊക്കെ മനസ്സിലായി എന്ന് കേട്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ കെടുക്കും. പിന്നെ നിങ്ങൾ എന്റെ ക്ലാസ്സിന് ഗുണമില്ല, ഗ്യാരണ്ടി ഇല്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് ചെയ്യരുത്. പറയുന്നത് പോലെ ചെയ്താലേ പറയുന്ന ഗുണം കിട്ടുള്ളൂ. അതങ്ങ് മനസ്സിലാക്കണം, എന്നിട്ട് അതുപോലെ അങ്ങ് ചെയ്യണം. ഓക്കെ, ഐ നോ യു വിൽ ഡു ദാറ്റ്. യു ഗോട്ട് ദ റിയൽ സീരിയസ്നെസ് ഓഫ് ദിസ് മെക്കാനിസം ആൻഡ് മെത്തേഡ് ആൻഡ് ടെക്നോളജി ആൻഡ് യു ഗോട്ട് എവറിഥിങ്. ഇനി നിങ്ങൾ ചുമ്മാ അങ്ങ് ചെയ്താൽ മാത്രം മതി. ഇതുപോലെ അങ്ങ് ചെയ്യുക. ഈ 25 മേജർ കോർ വേർബ്സ് ഇതുപോലെ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് മസിൽസ് അങ്ങ് ഡെവലപ്പ് ചെയ്തു വരും. ആ കെട്ടങ്ങ് പൊട്ടി തുടങ്ങും. ഇപ്പൊ ചിന്നലുകൾ വീഴും. ഇനി ഇടിച്ച് പൊട്ടിക്കുന്ന ഒരു ഗെയിം ഉണ്ട്. അതാണ് നമ്മൾ നാളെ ചെയ്യാൻ പോകുന്നത്. ദ സൈക്കോ ലിംഗ്വിസ്റ്റിക് ട്രെയിനിങ് മെത്തേഡിലൂടെ ഈ 25 വെർബുകൾ, ഈ സ്ട്രക്ചർ, ഈ 5 ട്രാക്കിലൂടെ നമ്മൾ അങ്ങ് പരിശീലിക്കും. അതോടുകൂടി നിങ്ങൾ അങ്ങ് പറകാൻ തയ്യാറായിക്കോളൂ. പിന്നെ ഒന്നും നോക്കണ്ടേ. വി ആർ ഗോയിങ് ടു ടേക്ക് ഓഫ് into the sky of English, into the limitless sky of English language. All right? We'll meet again tomorrow. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണാം. അടുത്ത സ്റ്റെപ്പ് നമ്മൾ അവിടെ വെച്ച് പറഞ്ഞ് പരിചയിക്കാം. ഓക്കെ, ഗുഡ് ലക്ക്, ബൈ ബൈ, ടേക്ക് കെയർ.